ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. സമാദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ സദസ്സിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മീലാദ് കമ്മിറ്റി ചെയർമാൻ കൂടിയ അലി ബീരാൻ, നമ്മുടെ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള ഈ ഉദൈബിയ ഏരിയയുടെ ബഹ്റൈൻ സംസകേരള സുന്നി ജമാഅത്തിൻ്റെ സാരഥ്യം വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മദ്രസയുടെ പ്രധാന അധ്യാപകൻ നദ്വി അവറുകൾ, അഭിനന്ദനായ അൻവരി, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന സ്വാഗതപ്രഭാഷണം നിർവഹിച്ച നൂറുദ്ദീൻ മുണ്ടേരി, സുഹൃത്ത് അഷ്റഫ് കാട്ടിൽപീടിക, വേദിയിലുള്ളവരും എടുത്തു പറയേണ്ടവരുമായ പ്രമുഖരും പ്രതിഭാസമ്പന്നമായ നേതാക്കൾ, പ്രത്യേകിച്ച് ബഹ്റൈൻ സുന്നി ജമാഅത്തിൻ്റെ കേന്ദ്ര സാരഥി അഭിനന്ദനായ അബ്ദുൽ വാഹിദ് സാഹബ്, ന്യോമദാജി, ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് ഉദവി തുടങ്ങി നമ്മുടെ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള പ്രമുഖരായ പണ്ഡിതന്മാർ, നേതാക്കൾ, ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വേദി വിട്ട നമ്മുടെ പ്രിയങ്കരനായ തങ്ങളവറുകൾ, ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള അനുഗ്രഹീതരായ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായ രക്ഷിതാക്കൾ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ടൊരു അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഇത് സംഘടിപ്പിച്ചവർക്കും ഇവിടെ ഒത്തുകൂടിയവർക്കും രണ്ടു വീട്ടിലും നീ ഖൈറ് നൽകണേ തമ്പുരാനെ. മരണമടഞ്ഞു പോയ ഞങ്ങളുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും നിന്റെ സ്വർഗലോകത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബായി പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ കയ്യിൽ നിന്ന് നാളെ ഹൗദുൽ കൗഥർ വാങ്ങിക്കുടിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വന്നു ചേർന്നവരുടെയും വസിയത്ത് ചെയ്തവരുടെയും മനസ്സിലുള്ള നല്ല ആഗ്രഹങ്ങൾ എന്താണെന്നറിയുന്ന തമ്പുരാനെ, നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. അവസാനം കലിമ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഏവരെയും നീ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിഷ്ണുതയുടെ തിരുദൂതർ എന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഇന്ന് ചർച്ച ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പ്രസക്തിയും ഉള്ള ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിൽ, പ്രത്യേകിച്ച് ലോകതലത്തിലും ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിലും ഉള്ളത് എന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സഹപ്രവർത്തകർക്കും മുഴുവൻ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴ്ഘടകങ്ങളെല്ലാം നാടും നഗരവും ഉണർത്തിക്കൊണ്ട് ഈ മുദ്രാവാക്യം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ, പ്രവാസ ലോകത്തുള്ള നിങ്ങളും ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് കളമൊരുക്കിയതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയും ആ ശ്രമം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ദഅവത്തായി സ്വീകരിച്ചുകൊണ്ട് ദീനി ദഅവത്തിനുള്ള പ്രതിഫലം നമുക്കൊക്കെ രേഖപ്പെടുത്തി തരികയും ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് വിശുദ്ധ റബീഉൽ അവ്വലിൽ നമ്മളിങ്ങനെ സംഗമിച്ചുകൊണ്ട് ആ റബീഉൽ അവ്വലിൽ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ മദ്ഹ് പറയുക എന്നത്, അഥവാ മൗലിദുൻ നബി ആഘോഷിക്കുക എന്നത് ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനമാണ്. ഇവിടെ വന്നിരുന്ന ആളുകൾക്കൊക്കെ തിരിച്ചു പോകുമ്പോൾ എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് അള്ളാഹുവിൻ്റെ തിരുദൂതർ ഈ സമൂഹത്തിൽ പഠിപ്പിച്ച ആ അധ്യായങ്ങൾ, അതല്ലെങ്കിൽ അവിടുത്തെ മനാക്കിബുകൾ, അവിടുത്തെ മഹത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഉദ്ധരിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭ്യമാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടി ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത് കാണാം. വളരെ ശ്രദ്ധേയമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അത് സംബന്ധമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. കാരണം ഇവിടെ വന്നു ചേർന്ന ആളുകൾക്ക് കേവലം ഒരു യോഗത്തിന് പോയ അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിഫലമല്ല ലഭിക്കുന്നത്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ അൻ-നിഅ്മത്തുൽ കുബ്ര അലൽ ആലം എന്ന് പറയുന്ന ചെറിയൊരു കിതാബുണ്ട്. ഇബ്നു ഹജർ തങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രാമാണികമായ കർമ്മങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രമുഖനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ, ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമായ സംഭാവന അർപ്പിച്ച പ്രമുഖനായ മഹാൻ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ മഖ്ദൂമിൻ്റെ ഗുരുനാഥൻ. ആ മഹാനായ മനുഷ്യൻ തൻ്റെ അൻ-നിഅ്മത്തുൽ കുബ്ര അലൽ ആലം എന്ന ഗ്രന്ഥത്തിൽ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നു, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി പറയാൻ കെൽപ്പുള്ളവരും പ്രഗത്ഭരുമായ മഹത്തുക്കൾ
ഒന്നാമതായി ഈ ദീനിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരെ കുറിച്ചും നമുക്ക് പഠിപ്പിച്ചു തരാൻ ഏറ്റവും യോഗ്യൻ ബഹുമാനപ്പെട്ട ഒന്നാം ഖലീഫ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉദ്ധരണി ബഹുമാനപ്പെട്ടവർ പറയുന്നു, പരിശുദ്ധ തിരുദൂതരുടെ മൗലിദാഘോഷത്തിന് വേണ്ടി ഒരു സമൂഹം ഒരുമിച്ച് കൂടിയാൽ മഹാനവറുകൾ പറയുന്ന വാചകം വളരെ ഗൗരവത്തോടു കൂടി കിതാബുകളിൽ കാണുവാൻ കഴിയും. മൻ അൻഫഖ ദിർഹമൻ ലി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ മൗലിദിന് വേണ്ടി ഒരു ദിർഹം ഒരാൾ ചെലവഴിച്ചാൽ, ഒരൊറ്റ ദിർഹം. ഈ പറയുന്ന വാചകം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ തിരുദൂതരുടെ മൗലിദിന് വേണ്ടി ഒരു ദിർഹം ഒരാൾ ചെലവഴിച്ചാൽ കാന റഫീഖി ഫിൽ ജന്ന, കാന റഫീഖി ഫിൽ ജന്ന, അവൻ നാളെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മളെല്ലാ ഖുതുബയും ഓതുമ്പോൾ ആ മഹാന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. ലോക മുസ്ലിങ്ങൾ സകല മിമ്പറിലും പ്രാർത്ഥിക്കുന്ന ആ മഹാൻ നമ്മളോട് പറയുന്നു, എൻ്റെ കൂടെ സ്വർഗത്തിൽ അവൻ നാളെ ഉണ്ടാകും. നബിത്തങ്ങളുടെ ആ മൗലിദിന് വേണ്ടി ഒരു ദിർഹം ഒരാൾ മനസ്സറിഞ്ഞ് ചെലവഴിച്ചാൽ. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ടാക്സിക്ക് ഒരു രൂപ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും ചെലവ് വഹിച്ചിട്ടുണ്ടോ? അത് പരിശുദ്ധ തിരുദൂതരുടെ സ്നേഹിച്ചുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കൂടെ നാളെ സ്ഥാനമുണ്ടാകും എന്ന് പറയുന്നത് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു കെട്ടുകഥയല്ല. ഈ വിഷയത്തിന്റെ ഗൗരവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ ഇബ്നു ഹജർ തങ്ങളുടെ പ്രിയപ്പെട്ട ഈ അൻ-നിഅമത്തുൽ കുബ്ര അലൽ ആലം എന്ന ഗ്രന്ഥം വാങ്ങാൻ കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമതായി ദീനുൽ ഇസ്ലാമിന്റെ കാര്യം ഈ സമൂഹത്തിന് ആരാ പഠിപ്പിച്ചു തരേണ്ടത്? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ പ്രിയപ്പെട്ട ശിഷ്യനും രണ്ടാം ഖലീഫയുമായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല. മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, പരിശുദ്ധ തിരുദൂതരുടെ മൗലിദിനെ കുറിച്ച് ബഹുമാനപ്പെട്ട വാചകം എന്താ? മൻ അല്ലമ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ ആരെങ്കിലും മാനിച്ചാൽ, ഒന്ന് പരിഗണിച്ചാൽ, ഈ പരിപാടിയെ ആരെങ്കിലും ഒന്ന് പരിഗണിച്ചുകൊണ്ടൊന്ന് കണക്കിലെടുത്താൽ ഫഖദ് അഹിയൽ ഇസ്ലാം, അവൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഹയാത്താക്കിയവന്റെ പ്രതിഫലമുള്ളവനാണ്. ദീനിനെ ഹയാത്താക്കിയവന്റെ പ്രതിഫലം എന്താണ്? അവസാന കാലത്ത് ദീൻ മുറുകെ പിടിക്കുന്നവന് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് പറഞ്ഞതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദീന് ഹയാത്താക്കിയവന്റെ പ്രതിഫലം അവൻ ഉണ്ടാകുമെന്നല്ലേ അതിന്റെ അർത്ഥം? മൂന്നാമതായി മുസ്ലിം ഉമ്മത്തിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതാരാ? നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മൗലിദിന് വേണ്ടി ആരെങ്കിലും മൻ അല്ലമ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും പരിശുദ്ധ ഹബീബിന്റെ മൗലിദ് ആഘോഷിക്കുന്നതിന് വേണ്ടി അതിനെ പരിഗണിച്ച് ആ മൗലിദിനെ ഒരാൾ മാനിച്ചാൽ ഫകഅന്നമാ ശഹിദ ബദറൻ വഹുനൈൻ, ഒസുവത്ത് ബദറിലും ഹുനൈനിലും പങ്കെടുത്ത പ്രതിഫലം അവന് കിട്ടുമെന്ന് പറയുന്ന ആരാ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായി സമൂഹത്തിനോട് പറയാൻ കെൽപ്പുള്ള ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഞാനീ പറയുന്നത് എൻ്റെ വചനമല്ല, ഇബ്നു ഹജർ തങ്ങളുടെ കിതാബിൽ ഉദ്ധരണിയാണ്. നാലാമതായി സമൂഹത്തോട് മൗലിദിനെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ അർഹരാരാ? ഇസ്ലാമിന്റെ ഖലീഫയാകുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ കൃത്യമായി പറയുന്നു, ആരെങ്കിലും അഷ്റഫുൽ ഖൽഖിന്റെ മൗലിദ് ഓതാൻ കാരണക്കാരനായാൽ വകാന സബബൻ ലിഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഹബീബിന്റെ മൗലിദ് ഓതാൻ ഒരാൾ കാരണക്കാരനായാൽ ലാ യഖ്റുജു മിനദ് ദുനിയാ ഇല്ലാ ബിൽ ഈമാൻ, ഈമാനോട് കൂടിയല്ലാതെ ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോകയില്ല അഷ്റഫുൽ ഖൽഖ് ത്വാഹ തങ്ങളുടെ മൗലിദ് ഓതിയാൽ. എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ ഗൗരവം? അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ മരണം നീ നന്നാക്കി തരണേ തമ്പുരാനെ. ആ നിയ്യത്തിന് മാത്രം വന്ന് കൂടെ നമ്മൾ. ഞാൻ പറഞ്ഞത് 4 ഖലീഫമാർ ഈ ഉമ്മത്തിനോട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഹബീബിന്റെ മേൽ നമ്മളൊന്ന് ഒരുമിച്ച് കൂടി ഒരു മൗലിദ് ഓതി, അതല്ലെങ്കിൽ ഒരു സ്വലാത്ത് ചൊല്ലി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു, എന്ത് കിട്ടും? അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വലിയ ഗുണഗണങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് പ്രസംഗത്തിന്റെ ഒടുക്കം വരെ നല്ല ചൈതന്യത്തോടെ ഇരുന്ന് നമ്മളൊക്കെ അത് അവസാനിപ്പിച്ച് ദുആ ചെയ്ത് പിരിയുന്നത് വരെ നിങ്ങൾ ഇരിക്കുമ്പോൾ, പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മൾ ഈ വന്നത് ഒരിക്കലും വെറുതെ ആകില്ല. കാലടി പാടുകൾ കണ്ട് ഹസനാത്ത് വാങ്ങിയിട്ടേ നമ്മൾ തിരിച്ചു പോകും. മാത്രമല്ല, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ കൂലി എത്രയാ? ഒന്ന് ഇരുന്നു കൊണ്ട് ഒരൊറ്റ സ്വലാത്ത്, ഇദാ ശിഅത അൻതഹിയാ ഹയാതൻ തവീലതൻ വതഗ്നാമ ഫിദ്ദുനിയാ അമാനം വഫിൽ ഉഖറാ ഫസല്ലി അലാ ഖൈറിൽ അനാമി മുഹമ്മദി യുസല്ലി അലൈക അല്ലാഹു അൻ മറത്തിൻ അശ്റാ.
എത്ര മനോഹരമായ വചനമാണ് മഹത്തുക്കളാ പഠിപ്പിച്ചത്. നിനക്ക് നല്ല ദീർഘിച്ച നല്ല ഒരു ജീവിതം ഭൂമുഖത്ത് വേണമെന്ന് നിനക്ക് മോഹമുണ്ടോ? നിനക്ക് സുഭിക്ഷമായ അവസ്ഥ ഭൂമുഖത്ത് വേണമ. ദുന്യാവിൽ നിനക്ക് വനീമത്ത് അഥവാ ഗുണകരമായ അവസ്ഥ പടച്ചിറപ്പ് തരണമെന്ന ചിന്തയുണ്ടോ? അമാനം വഫിൽ ഉഖ്റ, പരലോകത്ത് നിനക്ക് ശിക്ഷയിൽ നിന്നും സുരക്ഷിതത്വം വേണമെന്ന മോഹമുണ്ടോ? ഫസല്ലി അലാ ഖൈറിൽ അനഅമി മുഹമ്മദി, അന്ത്യപ്രവാചകരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേൽ നീ സ്വലാത്ത് ചൊല്ലണം. യുസല്ലി അലൈക അല്ലാഹു അൻ മറത്തിൻ അശ്റാ, നീ ഒരു തവണ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഒന്നിന് നിനക്ക് 10,000 റഹ്മത്ത് തിരിച്ചു കിട്ടുമെന്ന് പഠിപ്പിക്കുന്നു മഹത്തുക്കള്. ആ മഹത്വമാർന്ന അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സൂചിപ്പിച്ചത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരും മുമ്പ് ഇത് പറയുന്നത് ഈ സദസ്സിൻ്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളാനാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതരെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനമൊക്കെ ചെയ്യുന്നത്. സ്നേഹത്തിൻ്റെ പ്രതിഫലം എന്താണ്? പരിശുദ്ധ ഹബീബിനെ സ്നേഹിച്ചാൽ അതിൻ്റെ ഗുണമെന്താണ്? അള്ളാഹുവിൻ്റെ തിരുദൂതരെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈമാൻ വർദ്ധിക്കും. ഹുബ്ബിലാണ് ഈമാൻ ഉള്ളത്. ഹുബ്ബും ഈമാനും വളരെ ഗൗരവത്തോടെ നിങ്ങൾ തിരിച്ചറിയണം. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിനോട് നമ്മുടെ മനസ്സിലുള്ള അദമ്യമായ സ്നേഹം. ആ സ്നേഹം എത്രത്തോളുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഈമാൻ വർദ്ധിക്കുന്നതാണ്. ചില ആളുകൾ ചോദിക്കും, അനുസരിച്ചാൽ പോരെ, ഈ ഹുബ്ബ് എന്തിനാ, വെറുതെ ഇങ്ങനെ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? അനുസരണ പോലെ നബിതങ്ങൾ പറഞ്ഞ കാര്യം നമ്മൾ ഏറ്റെടുത്ത് ചെയ്താൽ പോരാ. ഹുബ്ബിൽ നിന്നുള്ള അനുസരണ ഉണ്ടാകണം. അനുസരണ എന്ന് പറയുന്നത് ഹുബ്ബ് കൊണ്ടുണ്ടായാൽ അത് നിലനിൽക്കും, ഹുബ്ബ് കൊണ്ടില്ലെങ്കിൽ നിലനിൽക്കൂല. ഹുബ്ബ് വെച്ചിട്ട് ഒരാൾ അനുസരിച്ചാൽ ശരിക്കും അത് നിലനിൽക്കും. നിയമങ്ങളെ ചിലപ്പോൾ നമ്മൾ അനുസരിക്കും, അത് ഹുബ്ബ് കൊണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പം നിങ്ങളൊക്കെ നാട്ടിൽ വന്നാൽ ബൈക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ പോലീസ് അവിടെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ ഹെൽമറ്റ് ഉഷാറായിട്ട് വെക്കും, പോലീസ് പോയി എടുത്തും വെക്കും. അത് പോലീസിനോടുള്ള ഹുബ്ബ് കൊണ്ടൊന്നല്ല ഹെൽമറ്റ് വെച്ചത്, നിയമത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല, കുടുങ്ങുന്നു പിടിച്ചിട്ടാണ്. അവിടെ ഒരു ഹുബ്ബുമില്ല, അനുസരണയുണ്ട്, ഹുബ്ബ് മാത്രമല്ല. അനുസരണ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഹുബ്ബിൽ നിന്നാണ് അനുസരണം ഉണ്ടാകുന്നെങ്കിലോ അത് നിലനിൽക്കും. ഇതെന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് കൽപ്പിച്ചതാണ് എന്ന് കരുതിയിട്ടാണ് സ്നേഹിച്ചാലോ ആ ഹുബ്ബ് ശരിക്കും നിലനിൽക്കുകയും അതുകൊണ്ട് മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. ലോകത്തെ ഏറ്റവും കൂടുതൽ ഈമാനുള്ള മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്തേ ആയത്? എവിടെന്നെങ്കിലും ഈമാൻ വില കൊടുത്ത് വാങ്ങിയതാ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന് ഏറ്റവും കൂടുതൽ ഈമാൻ ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ തന്നെക്കാളേറെ തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ. ഏറ്റവും നല്ല ഉദാഹരണം താരീഖിന്റെ കിതാബിൽ മഹത്തുക്കൾ ഉദ്ധരിക്കുന്നത്, ഹിജ്റ വേളയിൽ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ വലിയ പർവ്വതത്തിന്റെ മുകളിലെത്തി. അവിടെ വലിയൊരു ഗുഹ കണ്ടു. ആ ഗുഹയാണ് സൗർ പർവ്വതത്തിന്റെ മുകളിലുള്ള ഓർ സൗർ. ജനവാസമില്ലാത്ത പഴയ ആ ഗുഹയിലേക്ക് നബിത്തങ്ങൾ ഇവിടെ നിന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് കടന്നു കയറുമ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ലാ തദ്ഖുൽ, കടക്കാൻ പാടില്ല നബി, നിങ്ങൾ അവിടെ നിൽക്കണം. ഇത് എന്നോ കാലത്തുള്ള ഗുഹയാണ്, ക്ഷുദ്രജീവികളുണ്ടാവും, നാശങ്ങൾ വരാം. അതുകൊണ്ട് നബിയെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കടക്കല്ലേ, ഹത്താ അസ്തബരി അൽ ഗാർ, ഞാൻ ഈ ഗുഹയുടെ അന്തർഭാഗം ശുദ്ധീകരിച്ച് പുറത്തിറങ്ങാതെ നിങ്ങൾ അങ്ങോട്ട് കടക്കാനേ പാടില്ല. ഞാനിതിൻ്റെ അകത്ത് കയറി ഗുഹ ശുദ്ധീകരിച്ച് പുറത്തിറങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്ക് കയറാം. എന്ത് ക്ഷുദ്രജീവികളുടെയും സിദ്ദീഖിന് പറ്റിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റാൻ പാടില്ല. തന്നെക്കാളേറെ അള്ളാഹുവിന്റെ തിരുദൂതരെ തിരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഈമാനുള്ള മനുഷ്യനായി. ആ ഈമാനുള്ള മനുഷ്യൻ ഹുബ്ബ് കൽബിലാണ് കടന്നാൽ മഖ്തലത ഹുബ്ബി ബി ഖൽബി അബ്ദിൻ, ഒരു അടിമയുടെ ഹൃദയത്തിൽ എന്നോടുള്ള ഹുബ്ബ് കലർന്നു കഴിഞ്ഞാൽ, ഒരു അടിമയുടെ ഹൃദയത്തിൽ എന്നോടുള്ള സ്നേഹം അങ്ങ് ലയിച്ചു ചേർന്നാൽ, ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ, ആ മനുഷ്യന് പിന്നെ അള്ളാഹു നരകം ഹറാമാക്കാതിരിക്കില്ല. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലേക്ക് പിന്നെ ആ തടി പോകൂല, പേടിക്കണ്ട. ഈ സ്നേഹം നമ്മൾ അങ്ങോട്ട് കാണിക്കേണ്ടതിന്റെ കാര്യം എന്താ? ഇങ്ങോട്ട് അതിനേക്കാൾ വലിയ സ്നേഹം കാണിച്ചുകൊണ്ടാണ്. ഇങ്ങോട്ട് നബിത്തങ്ങൾ കാണിച്ച സ്നേഹത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അത്ഭുതപ്പെടും. ഒരു ചെറിയ ഹദീത്ത്, ഒറ്റ ഹദീത്ത് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ഒറ്റ ഹദീത്ത്, 2 കൊച്ചു ഹദീത്തുകളൊന്ന് കൂട്ടിച്ചേർത്താൽ നബിത്തങ്ങൾക്ക് നമ്മളുള്ള സ്നേഹത്തിന്റെ ഗൗരവം കിട്ടും. അതെന്താ? ഒന്നാമത്തെ ഹദീത്തിൽ തിരുദൂതർ പറഞ്ഞു, ഹയാത്തി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, അതുപോലെ എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്.
ഒരു മനുഷ്യന്റെ ജീവിതം നമുക്ക് ഖൈറാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഒരു മനുഷ്യന്റെ മരണം എങ്ങനെയാ ഖൈറാവുന്നത്? ജീവിതം ഖൈറാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയും. മരണം ഖൈറാന്ന് എങ്ങനെ മനസ്സിലാവുക? മരിച്ചിട്ടെന്ത് ഖൈറാ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നു, നമ്മെ സ്നേഹിച്ചു, നമുക്ക് ഉപദേശിച്ച് മരിച്ചാലോ? മരിച്ചു കഴിഞ്ഞിട്ട് നബി തങ്ങൾ രണ്ട് തരത്തിൽ നമുക്ക് ഉപകരിക്കുന്നു. ഒന്ന്, നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഷാഫിയായിട്ട് അവിടെ ഉണ്ടാവും. അതിന്റെ മുമ്പ് നബി തങ്ങൾ മരിച്ച് നമ്മളിവിടെ ജീവിക്കുന്നു. നബി തങ്ങൾ ബർസഖിയ ലോകത്തിന്റെ റൗദയിൽ, ഈ റൗദയിൽ കിടന്നുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും പടച്ചറബ് എനിക്ക് പ്രദർശിപ്പിച്ചു തരും. ഈ പാകിസ്ഥാൻ ക്ലബിൽ ബഹ്റൈനിലെ പ്രിയപ്പെട്ട കേരളീയ പ്രവാസികൾ ഇരുന്നു കൊണ്ട് ഈ സദസ്സിൽ വെച്ച് ചെയ്യുന്ന നബിയുടെ മദ്ഹുകൾ മുഴുവൻ അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും പടച്ചറബ് എന്നെ കാണിക്കുന്നുണ്ട്. വഇൻ വജത്തു ഖൈറാ, നിങ്ങൾ ഒരു നന്മ ചെയ്തു എന്ന വിവരം എനിക്ക് ലഭ്യമായാൽ, നിങ്ങൾ ഒരു നന്മ ചെയ്തു എന്ന വിവരം എനിക്ക് കിട്ടിയാൽ, ഹമിത്തുല്ലാഹ, ഞാൻ പടച്ചറബിനെ സ്തുതിക്കും. നമ്മളൊരു നല്ല കാര്യം ചെയ്തു എന്ന വിവരം നബിത്തങ്ങൾ അറിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കും നബിത്തങ്ങൾ. എന്നിട്ട് ആ ഹദീസിൽ പറയുന്നു, വഇൻ വജത്തു ഗൈറ ദാലിക, അവിടെയാണ് ചിന്തിക്കേണ്ടത്. അറബി ഭാഷയുടെ പ്രാഥമിക വശം അറിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കൂ. തിരുദൂതർ എന്താണ് പറഞ്ഞ കാര്യം? വഇൻ വജത്തു ഖൈറ, നിങ്ങൾ നന്മ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ ഹമിത്തുല്ലാഹ, ഞാൻ പടച്ചറബിനെ സ്തുതിക്കും. ഇതിന്റെ നേരെ മുക്കാബലയിൽ അഥവാ ഇതിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഉപയോഗിക്കേണ്ട പദം എന്താ? വഇൻ വജത്തു ഷർറ, നിങ്ങൾ ഷർറ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ. പക്ഷെ ഈ ഉമ്മത്തികളാകുന്ന നമ്മൾ ഷർറ് ചെയ്തു എന്ന് പറയാൻ പോലും നമ്മുടെ മുത്തുനബിക്ക് മടിയാണ്. എന്റെ ഉമ്മത്ത് ഷർറ് ചെയ്തു എന്ന് പറയാൻ നബിത്തങ്ങൾക്ക് മടിയാണ്, പറഞ്ഞില്ല. നമ്മളെ മേൽ ഒരു ഷർറ് നബിത്തങ്ങൾ കൂട്ടി പറയാൻ പോലും മടിച്ചു. നമ്മളോട് സ്നേഹം നോക്കും. എന്നിട്ട് നബിത്തങ്ങൾ ഒഴിഞ്ഞു പറഞ്ഞു, വഇൻ വജത്തു ഗൈറ ദാലിക, വേറെ വല്ലതും നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ. കണ്ടോ, സ്നേഹത്തിന്റെ ആഴമാണ്. വഇൻ വജത്തു ഷർറൻ എന്ന് നമ്മളെ കുറിച്ച് പറയാൻ മടിച്ചിട്ട് നബിത്തങ്ങൾ പറഞ്ഞു, വഇൻ വജത്തു ഗൈറ ദാലിക, നിങ്ങൾ ആരെങ്കിലും ഖൈറല്ലാത്ത മറ്റു വല്ലതും ചെയ്തുവെന്ന് ഞാൻ അറിഞ്ഞാൽ, ഇസ്തഗ്ഫർതുല്ലാഹ്, ഞാൻ എൻ്റെ പടച്ചറബിനോട് നിങ്ങൾക്ക് പൊറുക്കലിനെ തേടുമെന്ന് അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. അപ്പൊ നബിത്തങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹം എത്ര ഗൗരവത്തിലാണ് പ്രകടമായത് ആ വാക്കിൽ. എന്തേ നബിത്തങ്ങൾക്ക് നിങ്ങൾ ഷർറ് ചെയ്താന്ന് പറഞ്ഞുകൂടായിരുന്നില്ലേ? പറഞ്ഞില്ലല്ലോ. അത്രമാത്രം സ്നേഹം അല്ലാഹുവിന്റെ തിരുദൂതർ ഈ ഉമ്മത്തികളോട് വെച്ച് പുലർത്തുന്നു എന്ന് ആഴത്തിൽ ഈ ഹദീത്ത് അപഗ്രഥിച്ച പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അങ്ങനത്തെ നബിത്തങ്ങൾക്ക് എന്ത് സ്നേഹമാണ് നമ്മൾ തിരിച്ചു കൊടുത്തത്? അങ്ങനത്തെ നബിത്തങ്ങൾക്ക് എന്താ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയത്? എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹപ്രവർത്തകരും സഹോദരിമാരും പഠിക്കണം. ഈ നബിത്തങ്ങളോട് എത്ര സ്നേഹം നമ്മൾ കാണിച്ചു, എത്ര സുന്നത്ത് നമ്മൾ മുറുകെ പിടിച്ചു. ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ 2 വരി മൗലിദെങ്കിലും നമ്മൾ ഓതി നോക്കിയോ? അവിടെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ലോകത്തുള്ള സകല ജീവജാലങ്ങളും നബിത്തങ്ങൾക്ക് വേണ്ടി മൗലിദ് ഓതുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഉദ്ധരിച്ചു, ഞങ്ങളിങ്ങനെ മദീനത്ത് ഇറങ്ങി നടക്കുമ്പോൾ കല്ലുകൾ, മണ്ണുകൾ, ചരാചരങ്ങൾ ഒക്കെ നബിത്തങ്ങൾക്ക് സലാം പറയുന്നത് ഞാൻ കേട്ടു. ആര് കേട്ടു? ഞാൻ കേട്ടുവെന്ന് അലിയുൻ കറമല്ലാഹു വജ്ഹഹു. ഹദീസിന്റെ കിതാബിൽ അത് വന്നു. അത് ഖസീദയാക്കി മഹാന്മാർ പറഞ്ഞു, യാ മല്ലഹുൽ ഹജറുൽ ജമാദു യുസല്ലിമു വല്ലബ്ബു ജാഅ ഇലൈക വഹുവ യുകല്ലിമു യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മേൽ വളരെ നല്ല രീതിയിൽ സലാം പറയുകയും നബിത്തങ്ങൾക്ക് തർദിയത്ത് ചെല്ലുകയും ചെയ്യുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞത് ലോകത്തെ വിജിഗീഷുവായ പണ്ഡിതൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആണ്. അത്ര വലിയ പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ സമൂഹത്തിൽ ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ പ്രകൃതി പോലും നബിത്തങ്ങളെ സ്നേഹിച്ചു. ആ പ്രവാചകർ പ്രകൃതിയെ സ്നേഹിച്ചു. ആ പ്രവാചകർ സമൂഹത്തെ സ്നേഹിച്ചു. ആ തിരുനബി സഹിഷ്ണുതയുടെ ദൂതനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും മൃദുലത കാണിക്കണം. എന്ത് വിഷയത്തിലും ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്തൊരു പ്രവർത്തനം ചെയ്യുകയാണ് ശരി, ഇന്ന റിഫ്ക, ഒരു മൃദുലത വേണം. മൃദുലത വേണം, എടുത്തു ചാടരുത്. ഏത് വിഷയം നിങ്ങൾ ചെയ്യുമ്പോഴും സഹിഷ്ണുതാപൂർവം ചെയ്യണം.
ആ റിഫ്ക് നിങ്ങൾ ഒരു സംഗതിയിൽ ഉണ്ടായാൽ ഇല്ലാ ഷാനഹു ഇല്ലാ സാനഹു, അത് ഭംഗിയാവാതിരിക്കൂല. മൃദുലത നിങ്ങൾ ഏത് വിഷയത്തിൽ കാണിക്കുന്നുവോ ആ സംഗതി ഭംഗിയാവും. വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു, നിങ്ങൾ ഈ മൃദുലത ഏതെങ്കിലും ഒരു സംഗതിയിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് പരുക്ക് കാണിച്ചാൽ ആ സംഗതി ആകെ വൃത്തികേടാകും. വരിഫ്കു യഅതി ലിഅംരിൻ അൻത തഖ്സിദുഹു വൽ ഖർഖു യംനഉ മിമ്മാ ഫീഹി തഅമീലു വശാമിഖുൻ ശക്കഹു മാഉൻ ലിദാഖിലിഹി വറുബ്ബമ ഖതഅത അൻഹുൽ മാവീലു. വളരെ മനോഹരമായി മഹമൂദുൽ കാഹിരി തങ്ങൾ അതിന്റെ ഫിലോസഫി സമൂഹത്തോട് പറയുന്നു. വരിഫ്കു യഅതി ബിഅംരിൻ അൻത തഖ്സിദുഹു, നീ മൃദുലമായ ഒരു കാര്യം ചെയ്യുന്ന പക്ഷം നീ ഉദ്ദേശിച്ച സംഗതി ഭംഗിയായി നടക്കും, വളരെ ഭംഗിയായി നിനക്കത് നടത്താൻ കഴിയും. മലയാള ഭാഷയിൽ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാമെന്ന് പറയും പോലെ വൽ ഖർഖു യംനഉ അമ്മാ ഫീഹി തഅമീലു, ഖർക്ക് എന്ന് പറഞ്ഞാൽ പരുക്ക്. നീ ഗൗരവം കാണിച്ചാൽ, നീ പരുക്ക് കാണിച്ചാൽ യംനഉ തടയും, മിമ്മാ ഫീഹി തഅമീൽ നീ കൊതിക്കുന്ന സംഗതി എന്തായാലും നടക്കൂല. പരുക്ക് കാണിച്ചാൽ ആ സംഗതി നടക്കൂല, നടന്നാൽ തന്നെ വൃത്തികേടാവും. അതിൻ്റെ മനോഹരമായ ഉദാഹരണം മൃദുലത കൊണ്ട് കാര്യം നടക്കുമെന്നും കാഠിന്യം കൊണ്ട് കാര്യം നടക്കില്ലെന്നും പഠിപ്പിച്ചുകൊണ്ട് മഹമൂദുൽ കാഹിരി തങ്ങൾ ഒരു ഫിലോസഫി പറഞ്ഞു, തത്വം. വശാമിഖുൻ ശക്കഹു മാഉൻ ലിദാഖിലിഹി, വശാമിഖുൻ ഒരു വലിയ പാറ അല്ലെങ്കിൽ ഒരു മാർബിൾ, അതല്ലെങ്കിൽ നല്ല ഒരു പർവ്വത ശിഖരം. ശക്കഹു മാഉൻ ലിദാഖിലിഹി, നിരന്തരമായി വെള്ളത്തുള്ളി വീണാൽ പാറയും ദ്വാരമാകും. നിരന്തരമായി വെള്ളത്തുള്ളി വീണാൽ, നാഷണൽ ഹൈവേയുടെ ഓരത്ത് പോലും ഒരു മരമുണ്ടെങ്കിൽ മഴ പെയ്ത് വലിയ തുള്ളികൾ വീണുമ്പോൾ റോഡ് പൊട്ടുന്നത് കണ്ടിട്ടില്ലേ? ചെറിയ വെള്ളത്തുള്ളി വീണാൽ മരം, ആ വീഴ്ത്തുന്ന വെള്ളത്തുള്ളി കൊണ്ട് റോഡ് പൊട്ടുന്നു, പാറ പൊട്ടുന്നു, ദ്വാരമാകുന്നു. മിഴവൽ മഴവീൽ എന്ന് പറഞ്ഞാൽ പിക്കാസാണ്, കൈക്കോട്ടാണ്. അതെടുത്തുകൊണ്ട് പെട്ടെന്നൊരു കുത്തുകുത്തി നോക്ക്, ആ കൈക്കോട്ട് പൊട്ടും. കടുപ്പം കൂട്ടിയാൽ സംഗതി നടക്കൂല, മൃദുലമായാൽ സംഗതി നടക്കും. അതാണ് അല്ലാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചത്. ഇന്നദ്ദിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാന വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാന. ദേഷ്യം പിടിച്ച് എന്തിനും എടുത്ത് ചാടി. അല്ലെങ്കിലും ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല അമല് നല്ല സ്വഭാവത്തിന് സമാധാനം കാണിക്കലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം അല്ലാഹുവിന്റെ തിരുദൂതർ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ക്ലാസ് എടുക്കണം. സകല ഹദീസിന്റെ കിതാബിനും ഉദ്ധരിച്ച സംഭവം ഞാൻ പറയുന്നു. പരിശുദ്ധ തിരുദൂതർ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ക്ലാസ് എടുക്കുക. സദസ്സിൽ ഒരുപാട് ആൾക്കാരുടെ പല വിഷയങ്ങളായിരിക്കും ക്ലാസ്. പലതരത്തിലുള്ള ആളുകൾ അവർക്ക് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, സംശയം തീർക്കും. അങ്ങനെ ഈ ക്ലാസ് ഇങ്ങനെ തുറന്നു കൊണ്ടുപോകുമ്പോൾ അന്ന റജുലൻ അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഖിബലി വജ്ഹിഹി, ഒരാൾ നേരെ മുന്നോട്ട് വന്നു. ഒരാൾ നേരെ മുന്നോട്ട് വന്ന് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ലൊരു അമല് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഒരു നല്ല അമലൊന്ന് പറഞ്ഞു തരുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പം തന്നെ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവമാണ് ഏറ്റവും നല്ല അമൽ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. പക്ഷെ ഇവനത് ഉൾക്കൊള്ളാൻ പറ്റില്ല. സൽസ്വഭാവം ഒരു അമലല്ലല്ലോ. നിസ്കരിക്കാൻ പറഞ്ഞിക്കണേ കുഴപ്പമില്ല, നോമ്പ് എടുക്കാൻ പറഞ്ഞിക്കണേ കുഴപ്പമില്ല, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിക്കണേ കുഴപ്പമില്ല. സൽസ്വഭാവം എന്താ അമല? ഒരു പിടുത്തം കിട്ടില്ല. ഇയാൾ അവിടെ തന്നെ ഇരുന്നു. പക്ഷെ അവൻ്റെ മനസ്സിങ്ങനെ പൊരിഞ്ഞു. ഇനിയിപ്പോൾ നേരം ചെന്ന് ചോദിക്കാൻ തന്നെ മോശമല്ലേ? ഇതേ ഹദീസ് തന്നെ പറയുന്നു, സുമ്മ അതാ അൻ യമീനിഹി, കുറച്ച് കഴിഞ്ഞപ്പോൾ വലത്തെ ഭാഗത്ത് കൂടെ അങ്ങനെ വന്നു. നേരത്തെ മുന്നിൽ കൂടെ വന്നു. ഓൻ വലത്തെ ഭാഗത്ത് കൂടെ അങ്ങനെ വന്നിട്ട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല അമലേതാ നബിയെ? നബി തങ്ങൾ അപ്പോഴും പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് മോനെ എന്ന്. മൂപ്പർക്ക് അപ്പോഴും മതിയായില്ല. സൽസ്വഭാവം ഒരു അമലല്ല, എന്താ അങ്ങനെ? കുറച്ച് സമയമൊക്കെ ക്ഷമിച്ചിങ്ങനെ തിരിഞ്ഞിട്ട് സുമ്മ അതാ അൻ ഷിമാലിഹി, പിന്നെ ഇടത്തെ ഭാഗത്തൂടെ വരികയാണ്. ഓൻ തന്നെ വരുന്നത്. ചോദ്യം തന്നെ, അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ് വിളിച്ചു ചോദിച്ചു. നമ്മളോടാണ് ചോദിച്ചാൽ ഒടുക്കത്തെ മറുപടിയും കിട്ടും, ദുന്യാവെന്ന് പിന്നെ ഓൻ ചോദിക്കൂല. അവസാനത്തെ ചോദ്യം ഇരിക്കും. പരിശുദ്ധ തിരുത്തുതർ അവനെ നോക്കി, ആളെ തന്നെ നബി തങ്ങൾക്കറിയാം, ചോദ്യം തന്നെ ഉറപ്പാ. നബി തങ്ങൾ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. അവൻ അപ്പോഴും മതിയായില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു? ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ തുമ്മ അത്താമിയും വറാഇഹി, പുറകു വശത്ത് കൂടെ വന്നു. ബാക്ക് കൂടെ അവൻ വരുന്നത്. അവിടുന്ന് വിളിച്ചു വെച്ചു, അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ്. ഉറക്കെ. നമ്മളാണെങ്കിൽ പിന്നെ അവൻ അവിടെ ഉണ്ടാവും അസാസിൽ. പരിശുദ്ധ പ്രവാചകർ ഫൽതഫത്തയിലേക്ക് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയിട്ട് നബി തങ്ങൾ ചോദിച്ചു, മാ ലക ലാ തഫ്ഖഹ്, എന്താ എനിക്ക് മനസ്സിലാവാത്തത്?
ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. വദാലിക, അത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞുതരാം. അല്ലാത്ത അള്ളവ ഇനിസ്ത, കഴിയുമെങ്കിൽ ദേഷ്യം പിടിക്കാതിരിക്കല, നീ ചൂടാവാതിരിക്കലാണ്, തീവ്രത കാണിക്കാതിരിക്കലാണ് ഏറ്റവും നല്ല സ്വഭാവം. അതാണ് ഏറ്റവും നല്ല അമൽ. അതിനൊക്കെ അമൽ വേറെ ഒന്നുമില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല അമൽ അതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, അത്ര നല്ല സംഗതി ദുനിയാവിൽ വേറെ ഇല്ല എന്ന്. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ സ്വഭാവം ശരിക്കും ക്രമീകരിച്ചാൽ ആ ക്രമീകരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇപ്പൊ നമ്മളൊക്കെ ചെറിയ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, കറി കൊണ്ടുവന്ന് മുമ്പിൽ വെക്കുമ്പോൾ കറിയിൽ എന്തെങ്കിലും ചെറിയൊരു നേരിയ ഒരു ഏറ്റക്കുറവ് കണ്ടാൽ ചിലപ്പോൾ ദേഷ്യം പിടിച്ചെടുത്തിയാണ്. സത്യത്തിൽ ഈ കറി എന്ന് പറയുന്ന സാധനം അതിൻ്റെ മുളക്, മഞ്ഞൾ മുതൽ കറിക്ക് ഉപയോഗിക്കുന്ന മത്സ്യമോ മാംസമോ പച്ചക്കറിയോ എന്താണെങ്കിലും അതിൽ വെള്ളവും മറ്റും പാകത്തിന് ചേർത്ത് ഊതിക്കാച്ചി ചൂടാക്കി ഇതിങ്ങനെ ആക്കി തീർക്കാൻ ഒരു പെണ്ണ് പെടുന്ന പടാപ്പാട് നമ്മൾ ഇനി ഇത് കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾ പൊങ്ങണ്ട, സംഗതി അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും കുഴപ്പമുണ്ടാക്കണ്ട. പക്ഷേ എങ്കിലും ആ ഒരു ഗൗരവാവസ്ഥ ഉൾക്കൊള്ളാതെയുള്ള ഈ എടുത്തുചാട്ടം ശരിയുണ്ടോ നമ്മൾ ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ടാണ് പരിശുദ്ധ തിരുവനന്തപുരം പറഞ്ഞത്, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ കുടുംബത്തിൽ പെരുമാറുന്ന പെരുമാറ്റമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു മനുഷ്യന്റെ സ്വഭാവമാണ് അവന്റെ ഏറ്റവും വലിയ അമൽ. അതൊരു പുതിയ പാഠമാണ്. സ്വഭാവമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അമൽ. നല്ല സ്വഭാവം കാണിച്ചവൻ നല്ലോനാ. ചില ആളുകൾ കൂടുതൽ നിസ്കരിക്കും, കൂടുതൽ നോമ്പ് നോൽക്കും, കൂടുതൽ ദിക്ർ ചൊല്ലും, പക്ഷെ സംസാരിച്ചാലോ അത്ര വൃത്തിയിട്ട സ്വഭാവം വേറെ ഉണ്ടാവില്ല. ഓ, ദുനിയാവ് ഇയാളെ കണ്ടില്ലെങ്കിലും തോന്നിപ്പോവും. എന്ത് സ്വഭാവമാണത്? അവന്റെ അമലുകൾ ആര് സ്വീകരിക്കും? ഒരു മനുഷ്യൻ പടച്ചറപ്പിലേക്ക് അടുക്കുമ്പോൾ അവന്റെ സ്വഭാവം കൂടുതൽ നന്നാവണം. അതുകൊണ്ടാണ് പരിശുദ്ധ തിരുദൂതർ എപ്പോഴും പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി, അല്ലാഹുവേ എൻ്റെ ആകൃതി നന്നാക്കിയതുപോലെ എൻ്റെ പ്രകൃതിയും നന്നാക്കണമേ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം നന്നാക്കി തരുമാറാവട്ടെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നോക്കും നിങ്ങൾ. പരിശുദ്ധ തിരുദൂതർ നമ്മൾ പഠിപ്പിച്ചത് ഈ സ്വഭാവ സംസ്കരണം ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഗുണമാണ്. ആ സ്വഭാവം മനുഷ്യനുണ്ടെങ്കിൽ ഒരിക്കലും അവൻ തീവ്രമായി പെരുമാറില്ല, അവനൊരിക്കലും എടുത്തുചാടുന്ന പ്രശ്നമുണ്ടാവില്ല. നല്ല സ്വഭാവത്തോടെ ആളുകളോട് പെരുമാറുന്നവനെ ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പൊ ലോകത്ത് ഇന്ന് മുസ്ലിം സമൂഹത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ തീവ്രത പറഞ്ഞുകൊണ്ടാണ്. മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു പ്രവർത്തനം ലോകത്ത് എവിടെയെങ്കിലും നടക്കും. ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തിനെതിരെ അതിശക്തമായ നീക്കം നടത്തുന്ന നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ എന്തൊക്കെ ഗൗരവതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും കാണുന്നു, കേൾക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ നോക്കും നിങ്ങൾ. ഏറ്റവും അടുത്തിപ്പോൾ നമ്മുടെ കേരളത്തിൽ സാംസ്കാരികമായി പ്രബുദ്ധമായി നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളം. ആ കൊച്ചു കേരളത്തിൽ ഈയിടെ ഒരു മതനേതാവ് എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, SNDPയുടെ ഒരു പ്രമുഖനായ നേതാവ് നിങ്ങൾക്കൊക്കെ അറിയാം. സൗഹൃദത്തോടെ നിൽക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന വാക്കുകൾ പലതവണ പറഞ്ഞു. ശ്രീനാരായണ ഗുരുസ്വാമികളുടെ പേരിൽ ഉയർന്നു വന്ന ഒരു സാംസ്കാരിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ഈ ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളെ പോലും മറികടന്നുകൊണ്ടല്ലേ ഈ പറഞ്ഞത്. ശ്രീനാരായണ ഗുരു ഈ സമൂഹത്തോട് പറഞ്ഞെന്താ? മതജാതി ചിന്തകൾക്കെതിരെ മനുഷ്യൻ ഒന്നായി നിൽക്കണം എന്നാണ്. അത് പറഞ്ഞ ഒരു മനുഷ്യൻ നമ്മുടെ സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനം എന്താ? ഈ സമൂഹത്തെ വേദനിപ്പിക്കുന്ന തരത്തിൽ പരസ്യമായി ആലുവയിൽ വെച്ച് അയാൾ ചെയ്തൊരു പ്രസംഗം എന്തുമാത്രം വേദനാജനകമാണ്. ആലുവ മണപ്പുറം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുസ്വാമികൾ സർവമത സമ്മേളനത്തിന് തെരഞ്ഞെടുത്ത മണ്ണാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്ന് ഗുരുസ്വാമികൾ അന്ന് പറഞ്ഞു. ആ ഗുരുസ്വാമികൾ പ്രസംഗിച്ച ആ നാട്ടിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഗുരുസ്വാമിയുടെ പേര് രംഗത്ത് വന്നൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരാൾ പറഞ്ഞു, കോഴിക്കോട്ട് വെച്ച് മാൻഹോളിലേക്ക് ഇറങ്ങി തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്റെ നാട്ടുകാരല്ലാത്ത, തന്റെ മതക്കാരല്ലാത്ത, തന്റെ ഭാഷക്കാരല്ലാത്ത അന്യനാട്ടിലെ 2 ഹിന്ദു തൊഴിലാളികൾക്ക് വേണ്ടി ജീവൻ ഹോമിച്ച ഒരു പാവം ഓട്ടോറിക്ഷ ഓട്ടി ജീവിതം കഴിക്കുന്ന നൗഷാദ് എന്ന മനുഷ്യന്റെ ആ ദയനീയമായ അവസ്ഥ, ആ ധൈര്യവും ആ സ്ഥൈര്യവും ആ അർപ്പണ മനോഭാവവും കണ്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്പം പണവും അതുപോലെ തന്നെ ആ സഹോദരന്റെ കുടുംബത്തിലൊരാൾക്ക് ജോലിയും പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിമായി മരിക്കണം എന്നെങ്കിലും രക്ഷയുള്ളൂ എന്ന് പരസ്യമായി വർഗീയ വാക്ക് പറഞ്ഞ ഈ മനുഷ്യൻ എന്തുമാത്രം വൃത്തികേടാ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾക്കറിയാം, തൂണേലിയിൽ മരണപ്പെട്ട രാഷ്ട്രീയ കൊലപാതകത്തിലെ ഇരയായ ആൾക്ക് പോലും 25 ലക്ഷം കേരള ഗവൺമെന്റ് എണ്ണിക്കൊടുത്തു. അവൻ അമുസ്ലിമായിരുന്നു. നമ്മളാരും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ജാതി നോക്കാതെ, മതം നോക്കാതെ പല സഹായങ്ങളും പലപ്പോഴും ചെയ്യാറുണ്ട്. ഇത്തരം ഘട്ടത്തിൽ നോക്കാറില്ല. മാൻഹോളിലേക്ക് 2 സഹോദരങ്ങൾ ഇറങ്ങുമ്പോൾ അവരേതാ ജാതി നോക്കിയോ ഇല്ല, അവരേതാ ഭാഷ നോക്കിയോ ഇല്ല. ഓർഡർ ചെയ്ത ചായയോടെ വെച്ചിട്ടാണ് നൗഷാദ് അതിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് തന്നെ ജീവൻ അർപ്പിച്ചത്.
ആ മനുഷ്യനൊരു ചെറിയ സഹായം ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ഒരു SNDPയുടെ തലപ്പത്തിരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യൻ ചെയ്ത പ്രവർത്തനം എന്താണ്? തമ്മാടിത്തമല്ലേ വിളിച്ചു പറഞ്ഞത്? അയാൾ ആവേശം കൊള്ളുന്ന ആ പ്രസ്ഥാനത്തിന്റെ നായകൻ ഗുരുസ്വാമികൾ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമീങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും എന്ത് പറഞ്ഞു നീ പഠിച്ചോ? ഈ ഗുരുസ്വാമികളെ കുറിച്ച് അയാൾ പഠിച്ചോ? ശ്രീനാരായണ ഗുരുസ്വാമികൾ നബി തങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കരുണവാൻ നബി മുത്തുരത്നമോ. അങ്ങ് അറേബ്യയിൽ ജനിച്ച അള്ളാഹുവിന്റെ തിരുദൂതരെ നോക്കിക്കൊണ്ട് കേരളത്തിലെ ശ്രീനാരായണ ഗുരുസ്വാമികൾ പാടി, പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാബ്ദിയോ, സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. എന്ത് മനോഹരമായിട്ടാണ് ഗുരുസ്വാമികൾ അള്ളാഹുവിന്റെ തിരുദൂതരെ അപഗ്രഥിച്ചുകൊണ്ട് പറഞ്ഞത്. ഇതൊരു മനുഷ്യനല്ല, പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ. എത്ര മനോഹരമായ പദപ്രയോഗമാണത്. ആ പദപ്രയോഗത്തിന്റെ ഗൗരവമെങ്കിലും ഈ മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ അയാൾ മാറ്റി പറയില്ലേ? അല്ലെങ്കിലും കേരളത്തിൽ മനുഷ്യൻ പരസ്പരം സൗഹൃദം പങ്കുവെട്ട കഥയല്ലത്. ഈ ചങ്ങാതിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിക്കറിയുമോ അയാളുടെയൊക്കെ പൂർവികന്മാർ കേരളത്തിൽ തീർത്ത പാരമ്പര്യത്തിന്റെ സൗഹൃദത്തിന്റെ പാതകൾ? ഞാൻ വായിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. മുസ്ലിം സമുദായമടക്കം പിന്നോക്കം നിൽക്കുന്ന സമയത്ത്, ഈഴവരടക്കം പിന്നോക്കം നിൽക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും നെട്ടോട്ടമോടുമ്പോൾ നമ്മൾ ഉണരാത്ത കാലത്ത് നമ്മുടെ സമൂഹത്തിലെ പണക്കാരുടെ അടുത്ത് ചെന്നുകൊണ്ട് പണം ചോദിച്ചുകൊണ്ട് സ്കൂളും കോളേജും ഉണ്ടാക്കാൻ ആളുകൾ മത്സരിച്ചിരുന്ന കാലത്ത് ഈ പ്രസംഗിച്ചവന്റെ പിൻതലമുറകൾ അല്ലെങ്കിൽ മുൻ തലമുറക്കാർ, പിൻതലമുറക്കറിയില്ല, അയാളുടെ മുൻ തലമുറക്കാർ കേരളത്തിൽ പ്രമുഖനായ ഒരു പണക്കാരനുണ്ടായിരുന്നു. മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി ചരിത്രത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഈ മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിയെ നേരിട്ട് സമീപിച്ചു അന്നത്തെ ആളുകൾ. ഈഴവ സമുദായത്തിന്റെ തലവന്മാർ SNDPക്കാർ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു സ്കൂൾ കോളേജ് ഉണ്ടാക്കാൻ സ്ഥലം വേണം, നിങ്ങൾ സ്ഥലം സംഭാവന ചെയ്യണം. നല്ല സ്ഥലം കൊടുക്കുന്ന പണമുള്ള വലിയ മുതലാളിയായിരുന്നു മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി. ഇവർക്ക് വേണ്ടി കൊല്ലം SN കോളേജിന് 25 ഏക്കർ ഭൂമി എഴുതി കൊടുത്തു. അതറിഞ്ഞപ്പോ NSS ഇടപെട്ടു. അവർ ചോദിച്ചു, അവർക്ക് കൊടുത്തു. ചങ്ങനാശ്ശേരി 25 ഏക്കർ ഭൂമി 50 ഏക്കറായോ? ഈ മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിയെ സമീപിച്ചു. കാലടി ശ്രീശങ്കര കോളേജ് ഉണ്ടാക്കാൻ 25 ഏക്കർ കൊടുത്തു. ഈ സമുദായത്തിന് 75 ഏക്കർ എഴുതി കൊടുത്തു എന്ന് ഞാനല്ല പറയുന്നത്. NSS പ്രസിദ്ധീകരിച്ച അവരുടെ കനക ജൂബിലി പതിപ്പ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിന്റെ പേര് സുവർണ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ എഡിറ്റർ ഉമയനെല്ലൂർ ബാലകൃഷ്ണപിള്ള. ആ ഗ്രന്ഥത്തിൽ ലേഖനം എഴുതിയത് MRG പണിക്കർ. പണിക്കരെ ലേഖനം വായിച്ചാൽ അറിയാം, ബഹുമാന്യനായ മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി ഈ സമൂഹത്തിന് 25 ഏക്കർ വീതം എഴുതി കൊടുത്തു. മുസ്ലിം സമുദായത്തിലെ സമ്പന്ന വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങി വിദ്യാഭ്യാസ സ്ഥാപനം കെട്ടി വിദ്യാഭ്യാസം നേടി മുസ്ലിം സമൂഹത്തിന്റെ മേൽ കുതിര കയറി കേവലം ഒരു കള്ള് കച്ചവടക്കാരന്റെ ഭാഷയിൽ SNDP നേതാവ് സംസാരിച്ചാൽ സമൂഹം അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു സമുദായത്തിന്റെ മേക്കിട്ട് കയറാൻ ഇവരൊന്നും ചരിത്രം പഠിക്കാത്ത ആളുകളാണ് കേരളത്തിൽ നിന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ അങ്ങോട്ട് കൊടുത്തവരും ഇങ്ങോട്ട് വാങ്ങിയവരും സൗഹൃദം പങ്കിട്ടവരുമാണ്. നമുക്കറിയാം, നമ്മുടെ പൂർവികന്മാർ കൊടുങ്ങല്ലൂരിൽ വന്നപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ തന്നതാരാ? ഹൈന്ദവ സഹോദരങ്ങളാ. പള്ളി കെട്ടാനും സൗകര്യമുണ്ടാക്കാനും കൊടുങ്ങല്ലൂർ തമ്പുരാനാണ് മുസ്ലിങ്ങൾക്ക് പള്ളി കെട്ടാൻ മനോഹരമായ തിരുവഞ്ചി ശിവക്ഷേത്രത്തിന്റെ വെളിപ്പാടകലെ കൊടുങ്ങല്ലൂരിൽ പള്ളി ഉണ്ടാക്കി തന്നു. ചരിത്രം പഠിക്കണം, ചരിത്രം പഠിച്ചു പറയണം. എന്നിട്ട് മുസ്ലിം സമൂഹത്തിന്റെ മേക്കിട്ട് കയറിയിട്ട് മുസ്ലിങ്ങളെ വർഗീയവാദികളാക്കുകയും മുസ്ലിങ്ങൾക്ക് മാത്രമേ ആനുകൂല്യം കൊടുക്കുന്നുള്ളൂ എന്ന് പറയുകയും അതിലപ്പുറം നമ്മുടെ രാജ്യത്ത് പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തുകയും ചെയ്യാം. ഇതിനേക്കാൾ വലിയ ഗൗരവകരമായ അവസ്ഥ എന്താ? ഇങ്ങനെയാണോ ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്? പക്ഷെ ഇതിനൊന്നും ഇന്ത്യ വഴങ്ങുന്ന പ്രശ്നമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിനെതിരെ ഒരുപാട് സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ചു. നമുക്ക് അവരോട് കടപ്പാടുണ്ട്. ഇന്ത്യ വർഗീയത കടിപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ 40ഓളം സാംസ്കാരിക നായകന്മാർ തിരിച്ചു കൊടുത്തു. കിട്ടിയത് പലരും തിരിച്ചു കൊടുത്തു. ഈ ഫാഷിസത്തിനെതിരെ സംസാരിക്കുന്നവരെ ഒതുക്കാൻ ശ്രമിച്ചു. മല്ലേശപ്പ കറുമുറുകിയെ കൊന്നില്ലേ? പെരുമാൾ മുരുകൻ എഴുത്തു നിർത്തിയില്ലേ? ഇവരെ മുഴുവൻ സമൂഹത്തിൽ ഒതുക്കാൻ ശ്രമിച്ചിട്ട് അതിനെതിരെ പ്രമുഖരായ സാഹിത്യകാരന്മാരും നയൻതാര സൈഗാൾ പറഞ്ഞൊരു വാക്കുണ്ട്. നയൻതാര സൈഗാൾ അൺമേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം എഴുതി.
ഇന്ത്യ മഹാരാജ്യത്തെ വർഗീയതക്ക് കൊണ്ടുപോകുന്നതിനെതിരെ സാഹിത്യകാരന്മാർ അതിശക്തമായി പൊരുതുകയും എഴുതുകയും ചെയ്തു. പലരും തങ്ങൾ കിട്ടിയ സാഹിത്യ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുത്തു. 40ഓളം സാഹിത്യകാരന്മാർ തിരിച്ചു കൊടുത്തു. പ്രമുഖർ, ആണും പെണ്ണും, മലയാളികളും മലയാളികളല്ലാത്തവരും. ഈ രീതിയിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനം നോക്ക് നിങ്ങൾ. സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഡൽഹിയിൽ പോലും അപകടം. ഒരു ഗവൺമെന്റിനെ, ഡൽഹിയിലെ ഒരു ഗവൺമെന്റിനെ, കെജ്രിവാളിന്റെ ഗവൺമെന്റിനെ അടിച്ചമർത്തുവാനും അനാവശ്യമായി റെയ്ഡ് ചെയ്യുവാനും കേരള ഹൗസ് റെയ്ഡ് ചെയ്യുവാനും കേന്ദ്രം ശ്രമിക്കുക. ജനാധിപത്യ സംവിധാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥാവിശേഷം വരാൻ പാടുണ്ടോ? നമ്മുടെ ഇന്ത്യ നിലനിൽക്കണം. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ലോകത്തിന് സഹിഷ്ണുത പഠിപ്പിച്ച എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമില്ല. എല്ലാവർക്കും, ഓരോരുത്തർക്കും പേഴ്സണൽ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന. നമ്മൾ എന്ത് ഭക്ഷിക്കണം തീരുമാനിക്കേണ്ടത് നമ്മളാ. നമ്മൾ എന്ത് തിന്നണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇന്ത്യ മഹാരാജ്യത്ത് ഏത് ജീവജാലങ്ങളെ ആര് എങ്ങനെ ഭക്ഷിക്കണമെന്നത് അവന്റെ സൗകര്യമാണ്. നിരോധിക്കപ്പെട്ട പലതിനെയും നമുക്ക് തിന്നാൻ പറ്റില്ല. ഉദാഹരണമായി കാട്ടിൽ പോയിട്ട് മാനിനെ പിടിച്ചു തിന്നാൻ പറ്റില്ല, അത് നിരോധിച്ച നിയമം മൂലം. നേരെ മറിച്ച് നാട്ടിൽ നടക്കുന്ന ഒരു മൃഗത്തെ നമുക്ക് ഭക്ഷിക്കാൻ ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ നിയമമില്ലാതെ ഓരോരുത്തർ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി അപകടമുണ്ടാക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമ്മൾ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും പന്നി പറ്റില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാൾ പന്നി അറുത്തിട്ട് പന്നി ഇറച്ചി തൂക്കി വിൽക്കുമ്പോൾ നമ്മൾ എതിർക്കാൻ പറ്റുമോ? ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു മുസ്ലിം പന്നി അറുത്ത് ഭക്ഷിച്ചു, നമുക്ക് എന്താ അതുകൊണ്ട് കുഴപ്പം? പന്നിയെ അറുക്കുന്നവൻ അറിയിക്കട്ടെ, വെറുക്കുന്നവൻ വെറുക്കട്ടെ. അറുക്കുന്നവൻ അറുത്തോട്ടെ, വെറുക്കുന്നവൻ വെറുത്തോട്ടെ. പശുവിനെ പൂജിക്കുന്നവൻ പൂജിക്കട്ടെ, ഭുജിക്കുന്നവൻ ഭുജിക്കട്ടെ. അതല്ലേ നയം? ആ പശുവിനെ നമ്മുടെ സമൂഹത്തിൽ ഈ രീതിയിൽ മനുഷ്യനേക്കാൾ വലിയ പ്രാധാന്യത്തോടെ എടുത്തുകാട്ടി ശശി തരൂർ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരു മനുഷ്യനായി ജനിക്കുന്നതിനേക്കാൾ പശുവായി ജനിക്കലാണ് നല്ലത്. ഏറ്റവും വലിയ സംഭവമായി ഫേസ്ബുക്കിലൊക്കെ പശുവാണ്. പശു ഇയറായി മാറി കഴിഞ്ഞ കൊല്ലം. ആ വർഷത്തിന്റെ പ്രധാനപ്പെട്ട ബിന്ദു പശുവായി മാറി. ആ ഒരു അവസ്ഥയിലേക്ക് രാജ്യം തരം താഴാൻ പാടുണ്ടോ? അവിടെയാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ തിരിച്ചെടുക്കാൻ ശ്രമിക്കേണ്ടത്. ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി ധീരോദാത്തമായ സമരം നയിച്ചൊരു സമൂഹമാണ് നമ്മൾ. നമ്മുടെ പൂർവികന്മാർ മരണപ്പെട്ടു പോയത് ആ രാജ്യത്തിന്റെ നല്ല നിലനിൽപ്പിനാണ്. ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും ഒന്നു ചേർന്നുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന സൗഹൃദത്തിന്റെ ഒരു ഇന്ത്യ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ആ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരണം നമ്മൾ. അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സഹിഷ്ണുത എന്താണെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാലും ഭൂരിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാലും തീവ്ര സ്വഭാവം ശരിയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഒരിക്കലും തീവ്രതയും ഭീകരതയും പഠിപ്പിച്ചിട്ടില്ല. ലോകത്താരെന്ന് പറഞ്ഞാലും ശരി, നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ബാലപാഠം തന്നെ എല്ലാ മനുഷ്യരോടും നല്ല നിലക്ക് പെരുമാറലാണ്. എത്ര ഉദാഹരണം! അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞു, വർഗീയത ചെയ്യുന്നവൻ ലൈസ മിന്നാ മൻ ദആ ഇലാ സബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, വർഗവൈരത്തിന് വേണ്ടി വാദിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർഗീയതയ്ക്ക് വേണ്ടി ആര് വാദിച്ചാലും അവൻ എന്നിൽപ്പെട്ടവനല്ല. എന്തുകൊണ്ട്? ഈ സമൂഹത്തിന്റെ മനസ്സുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മൾ ചെയ്യാൻ പാടില്ല. മാനവീയ ബന്ധങ്ങളെ തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും ചെയ്തുകൂടാ. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ നോക്കാതെ മനുഷ്യർക്കൊക്കെ സൗഹൃദം പകർന്നു കൊടുക്കേണ്ട ഒരു ധർമ്മമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മദീനയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ കാഴ്ചവെച്ച ജീവിതം അങ്ങനെയാണല്ലോ. ജൂത ജനവിഭാഗവും മുസ്ലിങ്ങളും തമ്മിൽ എന്തൊരു സൗഹൃദത്തിലാണ് ജീവിച്ചത്. സത്യത്തിൽ അവർ നമ്മുടെ ശത്രുക്കളാണെങ്കിലും അന്യായമായ ഒരു മനുഷ്യന്റെ അവകാശം കവരാൻ പാടില്ല എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ താത്വികാംശമല്ലേ? താത്വികമായി നമ്മുടെ സമൂഹത്തിൽ ഈ അവകാശങ്ങളൊക്കെ വകവെച്ചു കൊടുത്ത ചരിത്രം എത്രയുണ്ട്? ഒറ്റ സംഭവം നോക്ക് നിങ്ങൾ. ഹിംസിന്റെ മണ്ണ് മുസ്ലിങ്ങൾ അധീനപ്പെടുത്തിയ സന്ദർഭം ചരിത്രത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ടല്ലോ. ഇന്ന് ലോകത്തെ മുസ്ലിമിനെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കുന്നവർ ഈ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ച സഹിഷ്ണുതയാണത്. ഹിംസിന്റെ മണ്ണിലേക്ക് മുസ്ലിങ്ങൾ കടന്നു ചെന്നു പ്രതിരോധാവശ്യാർത്ഥം. ആ പ്രദേശം മുസ്ലിങ്ങളുടെ കൈവശം വന്നു. റോം പിന്മാറിയപ്പോൾ ആ പ്രദേശത്ത് മുസ്ലിങ്ങൾ ഭരിച്ചു കുറച്ചു കാലം. ഏതാനും കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ ഭരണം ഒരു 6 മാസം താഴെ എന്ന ചരിത്രത്തിൽ കാണുന്നത്. ആ പ്രദേശം മുസ്ലിങ്ങൾ ഭരിച്ചു. അവരുടെ കയ്യിൽ നിന്ന് നികുതി വാങ്ങി. ആ നികുതി വാങ്ങി അവരെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖലീഫയുടെ ഒരു മെസ്സേജ്, അതിർത്തി പ്രദേശത്ത് നിങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി കോപ്പുകൂട്ടി സൈന്യം അതിശക്തമായി മുന്നോട്ട് വരുന്നുണ്ട്. റോമിന്റെ സൈന്യം നിങ്ങളെ ആക്രമിക്കുന്നുണ്ട്. ഈ ആക്രമണത്തെ ചെറുക്കാൻ അതിശക്തമായൊരു സമരമുഖം തുറക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളൊക്കെ വരണം, ഒരു സൈനിക സന്നാഹത്തിന് ഒരുങ്ങണം. ഈ സന്ദേശം കിട്ടുമ്പോൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു
ഹിംസിന്റെ മണ്ണിലുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യമായി ഈ സൈനിക സന്നാഹത്തിലേക്ക് നമ്മൾ പോയാൽ ഇവിടെ ഇവരെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല. ഒരുപക്ഷെ റോം ഇവരെ കൈയടക്കും. നമ്മളാണെങ്കിലോ ഇവരെ കയ്യിൽ നിന്ന് നികുതി വാങ്ങിയിട്ടുമുണ്ട്. നമ്മൾ ഈ സമരത്തിന് പോകുമ്പോഴേക്കും ഇവരെ സംരക്ഷിക്കാൻ ആളില്ലാത്ത ഗതി. സംരക്ഷണത്തിനൊരു സേന ഇവിടെയും യുദ്ധത്തിനൊരു സേന വേറെയും നമ്മുടെ കയ്യിലില്ല. അപ്രതീക്ഷിത യുദ്ധമായതുകൊണ്ട് ഒന്ന് പതറി മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ തീരുമാനിച്ചു ഇവിടുന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു വലിയ യോഗം വിളിച്ചു. ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സമ്മേളനം. ഹിംസിന്റെ മണ്ണിലെ സിറിയൻ മണ്ണിലെ അമുസ്ലിങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളാണെന്ന് അവിടെയുള്ളത്. എല്ലാ വിഭാഗത്തെയും വിളിച്ചുകൂട്ടിക്കൊണ്ടൊരു പ്രസംഗം ചെയ്തു. ഇസ്ലാമിന്റെ ഉത്തരവാദപ്പെട്ട സൈനിക തലവൻ ഖാലിദ് റളിയല്ലാഹു തആല ഒരു പ്രസംഗം ചെയ്തു. അബൂബൈദ റളിയല്ലാഹു തആല കൊണ്ട് ആ പ്രസംഗത്തിൽ അവർ സമൂഹത്തെ ബോധ്യപ്പെടുത്തി, ലഖദ് അഖദ്നാ മിൻകുമുൽ ജിസിയത, ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ജിസിയ വാങ്ങിയിരിക്കുന്നു, നിങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങൾ നികുതി സ്വീകരിച്ചിരിക്കുന്നു. മിൻ അജ്ലി ഹിഫ്ദി അർവാഹിക്കും വ അംവാലിക്കും, നിങ്ങളെ സമ്പത്തും ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളത് വാങ്ങിയത്. വലി അംനിക്കും വ മസാലിഹിക്കും, നിങ്ങളെ സുരക്ഷിതത്വത്തിനും നിങ്ങളുടെ നന്മക്കും വേണ്ടിയാണ് ഞങ്ങൾ ഈ നികുതി സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോഴിതാ ഞങ്ങളൊരു വലിയ സൈന്യത്തെ നേരിടാൻ പോകുന്നു. ആ സൈന്യത്തെ നേരിടാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്തൊരു ചുറ്റുപാട് നിങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് സനുഈദു ലക്കുമുൽ ജിസിയ, നിങ്ങളുടെ ജിസിയ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോകുന്നു. ആ ജിസിയ നിങ്ങൾ സ്വീകരിക്കണം. ഈ ഒരൊറ്റ പോയിന്റ് വെച്ചുകൊണ്ട് എൻ്റെ സദസ്യരുടെ സഹോദരങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ചോദിച്ചു നോക്ക്, ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു സൈന്യം അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ഭരണകൂടം നികുതി വാങ്ങിയിട്ട് ആ സമൂഹത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഘട്ടം വന്നപ്പോൾ നികുതി തിരിച്ചു കൊടുത്ത സംഭവം ചരിത്രത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെത് മാത്രമാണ്. പക്ഷേ നികുതി സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. ആ കൂട്ടത്തിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി എഴുന്നേറ്റ് വന്നുകൊണ്ട്, ക്രിസ്ത്യൻ നേതാവ് വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം പറയാൻ അനുമതി തരുമോ? എനിക്ക് ചിലത് പറയാനുണ്ട്. അദ്ദേഹം നേരെ അനുമതി വാങ്ങിക്കൊണ്ട് മുമ്പിൽ വന്നുകൊണ്ട് അതേപോലത്തെ ഒരു പ്രസംഗം ചെയ്തു. അദ്ദേഹം ചെയ്ത പ്രസംഗം, ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്ക് നികുതി തിരിച്ചു തരരുത്. നിങ്ങൾക്കൊരു സൈനിക ശക്തിയുടെ കുറവാണല്ലോ നിങ്ങൾ കാണുന്നത്. ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന ബോധമാണല്ലോ നിങ്ങൾക്ക് ഈ നീതി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൽ പറയുന്നു, ലഖദ് അറഫ്നാ ഫി അയ്യാമിൻ ഖലീലത്തിൻ അദ്ലക്കും വ ഇഹ്സാനക്കും, കുറഞ്ഞ കാലം നിങ്ങൾ ഞങ്ങളെ ഭരിച്ചപ്പോൾ നിങ്ങളെ നീതിബോധവും നിങ്ങളെ നന്മയും ശരിക്കും ഞങ്ങൾ അനുഭവിച്ചു. നിങ്ങളിപ്പോൾ കുറച്ചു കാലം ഞങ്ങളെ ഭരിച്ചല്ലോ. നിങ്ങളുടെ ഈ കുറഞ്ഞ കാലത്തെ ഭരണം കൊണ്ട് നിങ്ങളുടെ നീതിബോധവും നിങ്ങളുടെ സംരക്ഷണ ബോധവും ഞങ്ങൾക്ക് ബോധ്യമായി. വലക്കത് ആനൈനാ മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞു. മിൻ ജൗരി റൂമി വ ദുൽമിഹിം, റോമ ഭരണാധികാരികളുടെ ദുൽമും അവര് ഞങ്ങളോട് ചെയ്ത അനീതി ഞങ്ങൾ ശരിക്കും അനുഭവിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾക്കിനി റോമന്റെ ഭരണം വേണ്ട. ഞങ്ങളിനി റോമന്റെ ഭരണത്തിനില്ല. ഭരണാധികാരികൾ സ്വാർത്ഥ താല്പര്യം കാണിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് സംരക്ഷണം കൊടുക്കാതെ ഈ രാജ്യം കുട്ടിച്ചോറാക്കിയപ്പോൾ മുസ്ലിങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ മതമനുസരിച്ച് ജീവിക്കാനും സ്വത്തിനും സംരക്ഷണം നൽകാനും മുന്നോട്ട് വന്നു. ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുന്നു, നിങ്ങൾ തന്നെ ഭരിക്കണം. നിങ്ങൾക്ക് പ്രയാസം സൈനിക ശക്തിയുടെ കുറവല്ലേ? നഹ്നു നുഖാത്തിലു മഅക്കും, ഞങ്ങൾ നിങ്ങളെ കൂടെ സമരത്തിന് വരികയാണ്. ജംബൻ അല ജംബ്, തോളോട് തോളൊരുമിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കും, നിങ്ങൾ പേടിക്കണ്ട. വൈൻ ഇഷ്നാ ഇഷ്നാ മഅൻ ഫീ ദില്ലി അദാലത്തിൽ ഇസ്ലാം, ഒരു ജീവിതമുണ്ടെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് ഇസ്ലാമിന്റെ തണലിൽ ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. പറയുന്ന ആരാ? ക്രിസ്ത്യാനി. ലോക ചരിത്രത്താളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണത്. സിറിയക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്, ഒന്ന് പഠിക്കണം നിങ്ങൾ. ഫൈൻ ഇഷ്നാ ഇഷ്നാ മഅൻ ഫീ ദില്ലി അദാലത്തിൽ ഇസ്ലാം, ഒരു ക്രിസ്ത്യാനിയുടെ പ്രസംഗമാണത്. നമുക്കൊരു ജീവിതമുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഇസ്ലാമിന്റെ തണലിൽ ഒന്നിച്ചു നിൽക്കും. ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല, വഖാതലൻ നസ്വാറ, നസാറാക്കൾ സമരം ചെയ്തു. വഅഖദു സുയൂഫഹും, അവരെ വാളുകൾ എടുത്തു. അൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്കൊപ്പം വാളെടുത്തു. അവര് മുസ്ലിങ്ങൾക്കൊപ്പം വാളെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്കൊപ്പം പൊരുതി. ചില പാശ്ചാത്യ ചരിത്രകാരൻ എഴുതി വെച്ചു, മഠങ്ങളിൽ പോയി മുട്ടുകുത്തി നിന്ന് വയസ്സന്മാർ പ്രാർത്ഥിച്ചു, ദൈവമേ മുസ്ലിങ്ങളെ ഭരണം തിരിച്ചു കൊണ്ടുവരണമേ. കർത്താവിനോട് പ്രാർത്ഥിച്ചവർ എന്തിന്? റോമിന്റെ അക്രമത്തിൽ നിന്ന് ഒഴിവായി മുസ്ലിങ്ങളുടെ സംരക്ഷണ ഭരണം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. ഇതാണ് ലോകത്ത് ഇസ്ലാം കാഴ്ചവെച്ച മാതൃകാ മനഃശാസ്ത്രം. ആ സിറിയയുടെ മണ്ണ് ഇന്ന് തമ്മിലടിച്ചുകൊണ്ട് തീവ്രവാദം കാണിച്ച് ബോംബും തോക്കുമിട്ട് ലോകത്തിന് ഇസ്ലാം അപകടകരമാണെന്ന് വരുത്തി തീർക്കുന്ന അവസ്ഥ നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദികൾ മറ്റാരുമല്ല, നമ്മളൊന്ന് ഉണരണം, നമ്മൾ തിരിച്ചു പോകണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനത്തിലേക്ക് തിരിച്ചു പോകണം. നമ്മൾ ആ ദർശനത്തിലേക്ക് തിരിച്ചു പോകണം, ഇസ്ലാമിന്റെ ദർശനത്തിലേക്ക് തിരിച്ചു പോകണം.
എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് തന്നാൽ കഴിയുന്ന മുഴുവൻ ഖിദ്മത്തുകളും ചെയ്തു കൊടുക്കാനാണ് പരിശുദ്ധ തിരുദൂതർ പറഞ്ഞത്. അവിടെ ജാതിയില്ല, വർണ്ണമില്ല, മതമില്ല. തന്നെ ദ്രോഹിച്ചവർക്ക് വരെ പുഞ്ചിരി സമ്മാനിച്ച പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിപ്പുക്കളോട് ചെന്നെതിത്തിടായി ഇങ്ങോട്ട് എതിർക്കും മുമ്പായി ഒരിക്കലും നിങ്ങൾ, എന്താണ് വാക്ക്? റിപ്പുക്കളോട് ചെന്നെതിർത്തിടായി ഇങ്ങോട്ട് എതിർത്തിടും മുമ്പായി ഒരിക്കലും നിങ്ങൾ സ്വരക്ഷക്കന്യെ ഒരിക്കലും ഘടകം കരത്തിലേന്തരാ മരിക്കുവോളവും. എന്തൊരു മനോഹരമായ ചിന്തയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചിന്ത പങ്കുവെച്ചുകൊണ്ട് കവി പറഞ്ഞത്. റിപ്പുക്കളോട്, ശത്രുക്കളോട്, ആ ശത്രുക്കളോട് പോയിട്ട് അങ്ങോട്ട് എതിർക്കാൻ പാടില്ല. റിപ്പുക്കളോട് ചെന്ന് എതിർത്തിടായിക ഇങ്ങോട്ട് എതിർത്തിടും മുമ്പായി ഒരിക്കലും നിങ്ങൾ. ഇങ്ങോട്ട് എതിർപ്പ് വരുന്നതിന്റെ മുമ്പ് ഒരു ശത്രുവിനെ സൃഷ്ടിക്കാൻ പാടില്ല. ഒരു ശത്രുവിനോട് പോലും അങ്ങോട്ട് നിങ്ങൾ ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് എതിർപ്പിന്റെ വാക്ക് പറയാൻ പാടില്ല. സ്വരക്ഷക്കന്യെ ഒരിക്കലും ഘടകം കരത്തിലേന്തലാ മരിക്കുവോളവും. തന്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ലാതെ വാളെടുത്ത് പോകരുത് എന്ന് പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന ദിമാഅകും വ അംവാലകും വ അറാദകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ കഹുർമതി ശഹരികും ഹാദാ കഹുർമതി ബലദികും ഹാദാ. അറഫ പുണ്യഭൂമിയിൽ വെച്ച് പരിശുദ്ധ പ്രവാചകർ നിസ്കരിക്കാനല്ല, നോമ്പ് നോൽക്കാനല്ല, സക്കാത്ത് കൊടുക്കാനല്ല പറഞ്ഞത്. അതൊക്കെ പഠിപ്പിച്ച് 23 കൊല്ലക്കാലം കൊണ്ട് തന്റെ സമൂഹത്തെ സംരക്ഷിതരും സുരക്ഷിതരും മാതൃകാ പുരുഷന്മാരുമാക്കി ലോകത്തിന് സമർപ്പണം ചെയ്ത ശേഷം അവരോട് പറഞ്ഞു, കാലാന്ത്യം വരെ ജീവിക്കുന്നവർക്ക് മാതൃകയായ ഒരു വലിയ പ്രഖ്യാപനം അറഫയിൽ ഹജ്ജത്തുൽ വദാഇൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി എന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അറഫ പുണ്യഭൂമിയിൽ ജബലുർ റഹ്മ പർവ്വതത്തിന്റെ താഴ്വാരത്ത് ഒരു കൊച്ചു പാറക്കെട്ടിന്റെ മുകളിൽ കയറിന്നുകൊണ്ട് നബി തങ്ങൾ ലക്ഷക്കണക്കായ സ്വഹാബത്തെ നിർത്തിക്കൊണ്ട് പറഞ്ഞു, സ്വഹാബ ഇന്ന ദിമാഅകും വ അംവാലകും വ അറാദകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ കഹുർമതി ശഹരികും ഹാദാ കഹുർമതി ബലദികും ഹാദാ. ഈ ദിനത്തിന്റെ, ഈ മാസത്തിന്റെ, ഈ സ്ഥലത്തിന്റെ പവിത്രത പോലെ നിന്റെ സുഹൃത്തിന്റെ രക്തം, അഭിമാനം, ധനം ഇതൊക്കെ നിനക്ക് ഒരുപോലെയാണ്. നിന്റേതുപോലെ മറ്റുള്ളവൻ്റെത് കണക്കാക്കണം. നിന്റെ അഭിമാനത്തിന് ക്ഷതം വരാൻ നീ മോഹിക്കുമോ? എങ്കിൽ നിന്റെ സുഹൃത്തിന്റെ അഭിമാനത്തിന് ക്ഷതം വരാൻ പാടില്ല. സുഹൃത്ത് ഹിന്ദുവാവട്ടെ, മുസ്ലിം ആവട്ടെ, ആരാവട്ടെ, ഇതിങ്ങനെ വായിച്ചിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരു കോരിത്തെരിപ്പ് വന്നിട്ടാണ് മലയാള ഭാഷയിൽ മനോഹരമായിട്ട് നല്ല കവിയായ KG രാഘവൻ നായർ അത് പച്ച മലയാളത്തിലേക്ക് ഇങ്ങനെ പകർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ മാസം, ഈ ദിനം, പുണ്യഭൂമി ഒക്കെയും നിങ്ങൾക്ക് ശ്രേഷ്ഠമല്ലോ. ആ വാക്ക് നോക്ക് നിങ്ങൾ. കഹുർമതി യൗമികും ഹാദാ, അതിന്റെ പരിഭാഷയാണത്. കഹുർമതി ശഹരികും ഹാദാ കഹുർമതി ബലദികും ഹാദാ. ഈ മാസം, ഈ ദിനം, പുണ്യഭൂമി ഒക്കെയും നിങ്ങൾക്ക് ശ്രേഷ്ഠമല്ലോ എന്ന പോലെ അന്യന്റെ സ്വാഭിമാനം, സമ്പത്ത്, ജീവൻ ഇത്യാദിയെല്ലാം സംരക്ഷിച്ച് ഇടുവാൻ നിങ്ങളെല്ലാം ബാധ്യസ്ഥരാണെന്നറിഞ്ഞിടേണം. ലോകത്തിന് കൊടുത്ത ഉപദേശം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകർ സഹിഷ്ണുതയുടെ ദൂതരല്ലെന്നോ? ആ സഹിഷ്ണുത നമ്മൾ എവിടെയോ വഴിക്കിട്ടേച്ച് പോയില്ലേ? ആ സഹിഷ്ണുതയുടെ ഉദാത്ത മാതൃക ലോകത്തെവിടെയോ വിട്ടേച്ച് പോയില്ലേ നമ്മൾ? അവിടുത്തെ ഉപദേശങ്ങളെ ലോകത്തെവിടെയോ മറന്നു പോയില്ലേ നമ്മൾ? ആ പരിശുദ്ധ പ്രവാചകർ ശത്രുവിനെ കീഴടക്കിയത് തന്റെ സ്വഭാവത്തിന്റെ വിശുദ്ധി കൊണ്ടാണ്, നമ്മുടെ പെരുമാറ്റത്തിന്റെ വിശുദ്ധി കൊണ്ടാണ്. ജീവികളോട് പോലും നബി തങ്ങൾ കാണിച്ച സ്നേഹം അതാ. കൊച്ചു കൊച്ചു ജീവികളോട് പോലും, ഒരു ചെറിയ ജീവിയാണെങ്കിൽ പോലും, ഒച്ചു ജീവിയെ ആരെങ്കിലും ദ്രോഹിച്ചാൽ നബി തങ്ങൾ ഇതിൽ ഇടപെട്ടു. അള്ളാഹുവിന്റെ തിരുദൂതരോട് പരാതിപ്പെട്ട് വന്ന മൃഗങ്ങളുടെ ചരിത്രം പോലും ഉണ്ടല്ലോ. പരിശുദ്ധ തിരുദൂതരുടെ മുമ്പിലേക്ക് പരാതിപ്പെട്ട് വന്ന ജീവജാലങ്ങൾ ഒരിക്കൽ കാണാം ചരിത്രത്തിൽ. അള്ളാഹുവിന്റെ തിരുദൂതർ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴൊരു ഒട്ടകം കയറ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വരുന്നത്. കയറ് പൊട്ടിച്ച ഒട്ടകം ഓടിങ്ങനെ വരികയാണ്. യാ റസൂലല്ലാഹ് അല്ലമാൻ അല്ലമാൻ അല്ലമാൻ, നബിയേ രക്ഷ രക്ഷ രക്ഷ, ഒട്ടകം പറയാ. പരിശുദ്ധ തിരുദൂതരെടുത്ത് ഒട്ടകം വന്ന് നിന്നു. ഒട്ടകം വന്നിട്ട് നബി തങ്ങളെ തോളത്തിങ്ങനെ വെച്ചിട്ട് നബിയോട് സ്വകാര്യം പറയാം. പരിശുദ്ധ തിരുദൂതർ ഒട്ടകത്തെ സംരക്ഷിച്ച് അവിടെ നിർത്തി. അപ്പോഴാണ് ഒട്ടും താമസിക്കാതെ അറാബി വരുന്ന ഒരു അറാബി, ഊരിപ്പിടിച്ച വാളും കൊണ്ട് ഒരു അറാബി ഇങ്ങനെ ഓടി വരിക. അറാബി ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് പരിശുദ്ധ തിരുദൂതർ നോക്കി. പക്ഷെ നബിതങ്ങൾ മുമ്പിൽ വന്നപ്പോൾ അറാബി അവിടെ നിന്ന് പെട്ടെന്ന്. അറാബിയോട് നബിതങ്ങൾ വളരെ വശ്യമനോഹരമായ ഭാഷയിൽ ചോദിച്ചു, മാതാ തുരീദു ബിഹാദൽ മിസ്കീൻ, ഈ സാധു ജീവിയെ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാവം, നീ ഒരു കത്തിയുമായി ഇതിന്റെ പിന്നാലെ പുറപ്പെട്ട് എന്താ നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ സന്ദർഭത്തിൽ ഈ അറാബി പറഞ്ഞ, നബിയെ ഇസ്തറൈതുഹു ബിതമനിൻ കതീർ,
ഇസ്തറൈതുഹു ബിസമനിൻ കസീർ, നല്ല വില കൊടുത്ത് ഞാൻ വാങ്ങിയതാ, പൈസ കൊടുത്ത് വാങ്ങിയ, നല്ല വില ഉണ്ട് ഇതിന്. വലൈസ ഹുവ യുതിഉനി, ഞാൻ പറഞ്ഞാൽ അനുസരിക്കൂല, ഞാൻ എന്ത് പറഞ്ഞാലും ഈ മൃഗം കേൾക്കൂല, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, പണിയെടുക്കൂല, പിന്നെ ഞാൻ എന്താ ചെയ്യുക? അതുകൊണ്ട് ഫഉരീദു അൻ അദ്ബഹു, ഞാൻ എന്നെ അറുക്കാൻ തീരുമാനിച്ചു. അറുത്താൽ എന്താ ഗുണം? ഫഅൻതഫിഅ ബിലഹ്മിഹി, അതിന്റെ മാംസമെങ്കിലും എനിക്ക് ഉപയോഗിക്കാലോ, മാംസോപയോഗത്തിനെങ്കിലും എനിക്ക് പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തൽക്കാലം അറുക്കാൻ തീരുമാനിച്ചു. അറുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ കത്തിയെടുത്തപ്പോൾ ഇത് ഓടിപ്പോയി. ദയവ് ചെയ്ത് എനിക്ക് വിട്ടു തരണം, അത്ര പൈസ ബാക്കിയല്ലേ, പണി ഏതായാലും കൊടുക്കൂല, ഞാൻ അറുത്തോട്ടെ നബി തങ്ങളെ. അപ്പൊ പരിശുദ്ധ പ്രവാചകർ ഒട്ടകത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു, ലിമ തഅസീഹി, നീ എന്തിനാ ഇവനെ ധിക്കരിക്കുന്നത്, പണി നിനക്ക് എടുത്തൂടെ? അപ്പൊ ഒട്ടകം ഒന്നുകൂടി നബി തങ്ങളോട് സലാം പറഞ്ഞു, നബി തങ്ങളോട് പരാതിപ്പെട്ടു, നബി തങ്ങളെ, ഞാൻ അവന് പണിയെടുക്കാത്തതിന്റെ കാരണം, ഞാൻ ആ വീട്ടിൽ ജോലിക്ക് ചെന്ന ശേഷം ഞാൻ കണ്ട കഥ എന്താണെന്നറിയോ? ഒരൊറ്റ വക്ത ആ വീട്ടുകാരൻ നിസ്കരിക്കൂല, ഒരു വക്ത് നിസ്കരിക്കൂല. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന വീട്ടിൽ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ചെല്ലുമ്പോൾ യനാമൂന അൻ സ്വലാത്തിൽ ഇഷ, ഇഷ നിസ്കരിക്കാതെ എന്നും കിടന്നുറങ്ങുന്നത് ഞാൻ കാണും, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ. അതുകൊണ്ട് നബി തങ്ങളെ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. വൈൻ ആഹദക, അവൻ നിങ്ങളോട് കരാറ് പറയണം, അയ്യുസല്ലിഹ, കൃത്യമായിട്ട് നിസ്കരിക്കുന്നു. എന്നാൽ ആഹത്തുക, ഞാൻ നിങ്ങളോട് കരാറ് പറയാം, അല്ലാ അഴ്സീഹി, ഞാൻ അവനെതിരെ ചെയ്യൂല. നിസ്കരിക്കുന്നു അവൻ പറഞ്ഞാൽ ഞാൻ ആ മൃഗത്തിന്റെ ബോധം നോക്ക്, നിങ്ങൾ അള്ളാന്റെ ഭൂമിയിൽ ഒരു മൃഗത്തിന്റെ ബോധം. ഇതങ്ങ് പറഞ്ഞപ്പോ നബി തങ്ങൾ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം, മൃഗം പറഞ്ഞത് അവന് മനസ്സിലാവില്ലോ. ഇത് പറഞ്ഞപ്പോൾ അവൻ ലജ്ജിച്ച് തല താഴ്ത്തി, പടച്ചോനെ, ഈ മൃഗത്തിന്റെ ബോധം പോലും എനിക്കില്ലല്ലോ, എനിക്കും എൻ്റെ വീട്ടുകാർക്കും, നബിയെ ഞാൻ ഇനി മുതൽ നിസ്കരിച്ചോളാം, ഞാൻ നിസ്കരിച്ചോളാം എന്ന് ഇവൻ കൃത്യമായി നബിയോട് പറയുകയും ഇവരെ രണ്ടുപേരെയും കൂട്ടിയിണക്കി നബി തങ്ങൾ പറഞ്ഞയക്കുകയും ചെയ്തു. ഒട്ടകൻ നബി തങ്ങളോട് പരാതിപ്പെടുക. ഇനിയിപ്പോൾ ആരും സംശയിക്കേണ്ട, ഒട്ടകം എങ്ങനെ സംസാരിക്കാം? ഒരു ഇത്തിരി പോകുന്ന ഉറുമ്പ് സുലൈമാൻ നബി തങ്ങളോട് സംസാരിച്ചു എന്ന് ഖുർആനിലുണ്ട്. ഉറുമ്പ് ഇത്രയേ ഉള്ളൂ, അപ്പത്തോർ വലിയ ഒട്ടകം എന്തായാലും സംസാരിക്കുന്ന ഉറപ്പല്ലേ, വലുപ്പം നോക്കിയാണെങ്കിലും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ, യാ അയ്യത്തുഹൻ നംലു ദുഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ഇത് ഒട്ടകം പറഞ്ഞതാ, ഇത് ഉറുമ്പ് പറഞ്ഞതാ, അത് സുലൈമാൻ നബി തങ്ങൾ കേട്ടതാ. അപ്പൊ പിന്നെ ഇത്ര വലിയ ഒട്ടകം പറഞ്ഞ നബി തങ്ങളൊക്കെ, സുലൈമാൻ നബിന്റെ മേലെ തന്നെയുള്ള അഷ്റഫുൽ ഖൽഖ്, ഉറുമ്പിന്റെ മേലെ തന്നെയുള്ള ഒട്ടകം. അപ്പൊ ചുരുക്കിയതൊരു സമാധാനത്തിൽ പറഞ്ഞതാണ്. എന്താണെങ്കിലും ശരി, കേൾക്കുന്ന ഉറപ്പല്ലേ. ഇത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഇത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. ഇതുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ഈ പറഞ്ഞു വരുന്ന സംഗതി ഇത് തന്നെയാണ്. ഈ സംഗതികൾ കൃത്യമായി ബോധ്യപ്പെട്ടാൽ പ്രശ്നം തീർന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് ഈ മൃഗം പരാതിപ്പെട്ടപ്പോൾ ആ മൃഗത്തിന്റെ പരാതി നബി തങ്ങൾ തീർത്തു കൊടുക്കുക. കൊച്ചു കൊച്ചു ജീവികളോട് പരിശുദ്ധ ഒരു ജീവിക്ക് വേണ്ടി നബി തങ്ങൾ ജാമ്യം നിന്നു. ഉമർഖാദി തങ്ങൾ ചെറുപ്പത്തിലെ പഠിപ്പിച്ച നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു വേടൻ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു കൊച്ചുമാൻ, ഈ മാനിനെ വേടം പിടിച്ചുകൊണ്ടുപോകുന്നു. മാൻ നബിത്തങ്ങൾ എതിരെ വരുമ്പോൾ മാൻ ഇങ്ങനെ ദയനീയമായി നോക്കുന്നു. കണ്ണിലെ നോട്ടം കണ്ടപ്പോൾ നബിത്തങ്ങൾക്കറിയാം. നബിത്തങ്ങൾ ആ മാനിനോട് ചോദിച്ചു, എന്താ പ്രശ്നം? മാൻ പറഞ്ഞു, എന്നെ അവൻ പിടിച്ചോണ്ടുപോകാൻ. നബിയെ, ഇവന്റെ ഇരയായി ഞാൻ മാറി, എനിക്ക് പരാതിയൊന്നുമില്ല, പക്ഷേ എൻ്റെ കുട്ടികൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. എൻ്റെ കുട്ടികൾക്ക് മുല കൊടുത്തിട്ട് തിരിച്ചു വരാൻ ഒരു ചെറിയ സാവകാശം ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരുമോ? എൻ്റെ കുട്ടികൾ എന്നെ പ്രതീക്ഷിച്ച് നിന്നുകൊണ്ട് പട്ടിണി കിടന്ന് ചത്തുപോകും, ഞാൻ വരില്ല എന്നറിഞ്ഞാൽ അവർ വേറെ മാർഗം തേടിക്കോളും. ഉമ്മ മരിച്ചു പോയിരിക്കുന്നു എന്ന് അവരറിയണം. അവിടെ ഞാൻ എൻ്റെ കുട്ടികളോട് ചെന്ന് അവസാനമായി ഒന്ന് മുല കൊടുത്ത് മുത്തം വെച്ചിട്ട് തിരിച്ചു വരട്ടെ നബിയെ. ആ മൃഗത്തിന്റെ മോഹം കണ്ട നിങ്ങൾ? ഏതൊരു മനുഷ്യന് അവസാനം ഉണ്ടാവുന്ന മോഹം. ഞാൻ ഇവന്റെ കൂടെ പോയിക്കോളാം, ഞാൻ ധിക്കരിക്കില്ല. പക്ഷെ നബിത്തങ്ങൾ ഇവനോടൊന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് വിട്ടാൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൂട്ടിൽ പോയിട്ട് കാട്ടിൽ പോയിട്ട് മുല കൊടുത്തിട്ട് ഒരു മുത്തം വെച്ചിട്ട് തിരിച്ചു വരും. അതിന് സമ്മതിക്കോ? അള്ളാഹുവിന്റെ തിരുദൂതരുടെ മനസ്സലിഞ്ഞു. കാടനായ ആ വേടനോട് പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, ഇവനെ ഒന്ന് വിട്ടുകൊടുക്കുക ഈ മൃഗത്തെ. നബിത്തങ്ങളോട് അവൻ ദേഷ്യപ്പെട്ടു. ഞാൻ പിടിച്ച് എൻ്റെ ഇരയാക്കി വെച്ച സാധനത്തെ കട്ടപ്പെട്ട് കൂട് വെച്ച് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ വിടാനോ? കാട്ടിലേക്ക് ഈ മൃഗത്തെ വിട്ടാൽ തിരിച്ചു വരുമോ? നിങ്ങൾ ആരാണ്? അഷ്റഫുൽ ഖൽഖ് തങ്ങൾ, ലോകത്തെ സകല ജീവജാലങ്ങളുടെ നബിയാണ്. നബിത്തങ്ങൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. അവൻ കാർക്കശത്തോടെ പറഞ്ഞു, ഈ മൃഗം തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറുക്കും. നിസ്സങ്കോചൻ നബിത്തങ്ങൾ പറഞ്ഞു, അറുത്തുകൊള്ളുക, ഞാനിവിടെ നിൽക്കാം. ഇത്ര ധൈര്യം ഈ മനുഷ്യൻ പറയുമ്പോൾ എങ്ങനെ വേടൻ പതറാതിരിക്കും? വിട്ടു. അപ്പോഴും അവൻ പറഞ്ഞു, വന്നില്ലെങ്കിൽ നിങ്ങളെ പിടിച്ചറുക്കും, അറുത്തോ.
ഞാൻ അനങ്ങില്ല, ഇവിടെ തന്നെ നിൽക്കും, ജാമ്യമാണ് ഞാൻ. ആ മൃഗം ഓടി 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 അതിന്റെ കാട്ടിലേക്ക് പോയി. പരിശുദ്ധ പ്രവാചകനും വേടനും നിൽക്കുന്നു. വേടൻ പറഞ്ഞു, വരുന്നില്ലല്ലോ. സമയം അതിക്രമിക്കും തോറും നബി തങ്ങളെ ഇവൻ വധിക്കാൻ തീർച്ചയായും കാരണക്കാരനാണ്. അത് ജാമ്യം നിന്ന നബി തങ്ങളാണ്. ഈ മൃഗം വരുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ ദേഷ്യം പിടിച്ച് സംസാരിക്കവേ ഓടിക്കിതച്ച ആ മൃഗമതാ ദൂരെ നിന്ന് വരുന്ന കാഴ്ച കാണുന്നു. എന്നെ അറുക്കണമെന്ന് പറയുന്ന ഭാഷയിൽ അത് പറയുന്നില്ലെങ്കിലും ആ വരവിന്റെ അർത്ഥം അതാണ്, എന്നെ അറുത്തുകൊള്ളുക. ആ മൃഗം, ചരിത്രത്തിൽ അങ്ങനെ ഒരു മൃഗം തിരിച്ചു വരുമോ? ഇത് കണ്ടപ്പോ ഈ മനുഷ്യന്റെ മനസ്സ് പതിരി, ആരാണ് ഇയാൾ? ഇത്രമാത്രം ഉറപ്പ് പറഞ്ഞ് ധൈര്യം പറഞ്ഞ് ഈ മൃഗത്തെ തിരിച്ചു കൊണ്ടുവരാൻ മാത്രം ആരാണ് ഇയാൾ? ആ മനുഷ്യൻ അവിടെ വെച്ച് തന്നെ കെലിമ ചൊല്ലി വിശ്വസിച്ചു. ഉമർ ഖാദി തങ്ങൾ തന്റെ കസീദയിൽ മനോഹരമായി പറഞ്ഞു. മഹാനവറുകൾ എഴുതിയ റോദയുടെ വാതിൽ തുറപ്പിച്ച കവിതയിൽ പറഞ്ഞ കസീദയിൽ ഒരു ഭാഗം ഇതാണ്: നോക്ക് നിങ്ങൾ ആ വാചകത്തിന്റെ ഗൗരവം. ഒരു കാഫിറിന്റെ മാനിന് നിങ്ങൾ ജാമ്യം നിന്നു. നിങ്ങൾ അതിന് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് മുലകുടി ലഭ്യമാകുന്ന തരത്തിൽ അങ്ങ് ജാമ്യം നിന്നു. ആദത്ത് അത് മടങ്ങി വന്നു. കമാ അഹ്ദുൻ വഖഅ, ഇവിടെ സംഭവിച്ച കരാറ് പോലെ. എന്ത് കരാറാണോ സംഭവിച്ചത് അതുപോലെ ആദത്ത് അത് മടങ്ങി. കമാ അഹ്ദുൻ വഖഅ. എന്നിട്ട് പറയുന്നു, ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ജീവി മടങ്ങി വന്നത് കണ്ടപ്പോൾ സ്വയ്ദ് നടത്തുന്ന ഇയാൾ അത് കണ്ടു. ഇവനത് കണ്ടു, ഈ വരവ് കണ്ടു. അവന്റെ മതത്തിൽ നിന്ന് റജൾ അവൻ മടങ്ങി. ഫഖ്താറ, അവൻ തെരഞ്ഞെടുത്തു. ഹുദാക കവീമ, നബിയെ നിങ്ങളുടെ ശരിയായ ദീൻ അവൻ തെരഞ്ഞെടുത്തു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആ മൃഗത്തിന് വേണ്ടി ജാമ്യം നിൽക്കാൻ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ തയ്യാറായി എന്ന് പറയുമ്പോൾ നമ്മളൊരു മൃഗത്തിന് വല്ലതും പറ്റിയാൽ തിരിഞ്ഞു നോക്കുവോ? ഇല്ലല്ലോ. നമ്മളൊരു മൃഗത്തെ ആ രീതിയിൽ പരിപാലിക്കുകയോ ആ മൃഗത്തെ നമ്മൾ സൂക്ഷിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യോ? ഒരിക്കലുമില്ല. ഇത്തഖുല്ലാഹ ഫിൽ ബഹായിം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വളർത്തുന്ന മൃഗങ്ങളെ കാര്യത്തിൽ നിങ്ങൾ പടച്ച റബ്ബിനെ സൂക്ഷിക്കണം. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ ഈ പ്രകൃതിയെയും ജീവജാലങ്ങളെയും കൃത്യമായി സ്നേഹിച്ചൊരു മനുഷ്യൻ ലോകത്ത് വേറെ ആരുണ്ടായിട്ടുള്ളത്? ആ മതത്തെക്കുറിച്ചും ആ ദർശനത്തെക്കുറിച്ചും ശരിക്കും പഠിച്ച് ചിന്തിച്ച് അതിൽ മുഴുകയല്ലേ നമ്മൾ വേണ്ടത്? നമ്മളെ മക്കൾക്കൊക്കെ അത് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. അതിന് നമ്മളെ മക്കളെ ശരിക്കും ദീനി ബോധമുള്ള മക്കളാക്കണം. നിങ്ങളൊക്കെ നിങ്ങളെ മക്കളെ ശരിക്കും ദീനി ബോധമുള്ള മക്കളാക്കാൻ ആഗ്രഹിക്കുന്നവരാ. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരുമാറാവട്ടെ. ആ മക്കളെ നന്നാക്കണമെങ്കിൽ ആദ്യം വേണ്ടുന്നത് മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത മദ്രസയാണ്. മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ഒരൊറ്റ ആയത്ത്. ഇത് മദ്രസയുടെ സമ്മേളനമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വിഷയ വ്യതിയാനം നടത്തുകയല്ല, സമയത്തിന്റെ വളരെ കുറവുണ്ട്. 11 മണി ഇപ്പൊ തന്നെ. എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല. ഞാനേതായാലും ഇന്ന് രാവിലെ പോകുന്നു. പക്ഷെ നിങ്ങൾക്കത് മതിയാവൂലല്ലോ. അവിടെ ഞാൻ പറയുന്ന ഈ വിഷയം ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒറ്റ ആയത്ത് എപ്പോഴും തലേ കയറ്റിക്കോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും സമ്പത്തും ഉപകരിക്കാത്തൊരു ദിവസം വരാൻ പോകുന്നുണ്ട് കൂട്ടരെ. ഏത് മനുഷ്യനോട് വിളിച്ചിട്ട് ചോദിച്ചാലും എന്തിനാ നീ കട്ടപ്പെടുന്നത്? എത്ര കൊല്ലായി വന്നിട്ട്? ഞാൻ 10 കൊല്ലമായി, 15 കൊല്ലമായി, 25 കൊല്ലായി. എന്തിനാ അത്ര കഷ്ടപ്പെടുന്നു? മക്കൾക്ക് വേണ്ടി. മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ. അങ്ങനെ എല്ലാവരും പറയാം. അവനാന്റെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാ, നല്ലതാണ്. പക്ഷേ ഈ മക്കളും ഈ സമ്പത്തും ഇത് രണ്ടുമുള്ള നമ്മുടെ അധ്വാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വിസെടുത്തും കണ്ട് പോകുന്ന ഈ മണലാരണത്തിൽ കിടന്ന് ഇടങ്ങാറാവുന്ന എന്തിനാ? മക്കള്, പണം. ഈ രണ്ട് സാധനം നിങ്ങൾക്ക് ഉപകരിക്കൂല, ഒരു ഉപകാരം കിട്ടൂല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ഒരു ദിവസം വരാൻ പോകുന്നത് നിങ്ങൾക്ക് മക്കളും ഉപകരിക്കില്ല, പണം ഉപകരിക്കില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ കൽബുമായി പടച്ച റബ്ബിന്റെ മുമ്പിൽ വന്നാലല്ലാതെ. ഖുർആനാ പറയുന്നത്. സലീമായ കൽബായിട്ട് വന്നാലോ രണ്ടും ഉപകരിക്കും. ഏതാണ് ഈ സലീമായ കൽബ്? സലീമായ കൽബ് ഉണ്ടാവലെങ്ങനെ? അത് ഇതിന്റെ തഫ്സീറിൽ മഹാപണ്ഡിതന്മാർ പറഞ്ഞു. 2 കാര്യമാണ് പറഞ്ഞത്. എന്താ 2 കാര്യം? സലീമായ കൽബുള്ളവനാകണമെങ്കിൽ 2 കാര്യം വേണം. ഒന്നെന്താ?
അല്ലദീ അൻഫക മാലഹു ഫിൽ ബിർരി വ അർശദ ബനീഹി ഇലൽ ഹഖ്. രണ്ട് കാര്യം. അല്ലദീ അൻഫക മാലഹു ഫിൽ ബിർർ, തൻ്റെ കയ്യിൽ അള്ള തന്ന പൈസ നല്ലതിന് കുറച്ച് ചിലവാക്കണം. നല്ലതിന് ചില മദ്രസക്കോ പള്ളിക്കോ ദീനീ കാര്യത്തിനോ കുറച്ച് ചിലവാക്കുക. മുഴുവൻ പുഷിക്ക് വെക്കണ്ട, ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് മതി. നമ്മളെ പണം നല്ലതിന് കുറച്ച് ചിലവാക്കിയാൽ അത് നിങ്ങളെ കൂടെ അവിടെ ഉണ്ടാവും. വ അർശദ ബനീഹി ഇലൽ ഹഖി, മക്കളെ നേരിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തുകയും ചെയ്താൽ. മക്കളെ നേരിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തുക. നേരിന്റെ മാർഗത്തിൽ വഴി നടത്തണമെങ്കിൽ മദ്രസയെ കൊണ്ടുവന്ന് ചേർക്കണം. ഉസ്താദുമാര് ശരിക്കും മക്കൾക്ക് ദീൻ പഠിപ്പിക്കട്ടെ, ഭൗതികത പഠിപ്പിച്ചോളൂ. കൂട്ടത്തിൽ എന്റെ മനസ്സിൽ തട്ടി നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു ഒരു നഴ്സ് മരിച്ച സംഭവം. ഞാനതെങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പങ്കെടുത്ത ഒരു സദസ്സിലെ അനുഭവം ഞാൻ ഓർത്തുപോയി. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വലിയൊരു സംഗമം നടന്നു. ഒരു വിഷയം അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു. ആ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടത്തിൽ അധികം ആളൊന്നുമില്ലെങ്കിലും പ്രഗത്ഭരായ പ്രതിഭാസമ്പന്നരായ വലിയ വലിയ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരു കേന്ദ്ര ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്തൂൺ പറ്റി പിരിഞ്ഞ പെൻഷൻ പറ്റി പിരിഞ്ഞ ഒരു എഞ്ചിനീയർ അദ്ദേഹം സംസാരിക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ കണ്ണിന്ന് വെള്ളങ്ങനെ വരുന്നപ്പോൾ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചപ്പോൾ അയാൾ പറയുന്ന വിഷയം എന്താ? അയാൾ ആ സദസ്സിനെ നോക്കിക്കൊണ്ട് പറയുന്നു, എന്തിനാ നമ്മളെ മക്കളെ നമ്മൾ ഇത്തരം സ്ഥാപനത്തിൽ പഠിപ്പിച്ച് ഉയർത്തി വിടുന്നത്? ചോദിക്കുകയാണ് ഇയാൾ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുവാണെങ്കിലും ആ സഹോദരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ഗദ്ഗത കണ്ടനായി. അയാൾ പറഞ്ഞു, എനിക്ക് 2 മക്കൾ. എൻ്റെ 2 മക്കളെയും എനിക്ക് കിട്ടുന്ന ശമ്പളം ഉപയോഗപ്പെടുത്തി ആ ശമ്പളത്തിൽ നിന്നൊരു വിനോദത്തിന് പോലും പോകാതെ 2 മക്കൾക്കും നല്ല രീതിയിൽ ഫീസ് അടച്ച് 2 മക്കളെയും ഞാൻ പഠിപ്പിച്ചു. എൻ്റെ മകനും എൻ്റെ മകളും, ഒരാൾ ഡോക്ടറായി, ഒരാൾ എഞ്ചിനീയറായി. 2 പേരും വിവാഹം കഴിച്ചു. തത്തുല്യ യോഗ്യതയുള്ള ആൾക്കാരെ. ഒരാൾ അമേരിക്കയിലേക്ക് പോയി, ഒരാൾ ഇംഗ്ലണ്ടിലേക്ക് പോയി. അവർ സുഭിക്ഷമായി ശമ്പളം വാങ്ങി ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നു. 4 പേരും, എൻ്റെ 2 മക്കളും അവരുടെ ഭർത്താവും ഒരുത്തൻ്റെ ഭാര്യയും. ഞാൻ എൻ്റെ ഭാര്യയുമൊത്ത് വീട്ടിൽ ഒറ്റക്ക്. എൻ്റെ ഭാര്യയ്ക്ക് രോഗം ബാധിച്ചു. ഞാൻ വിളിച്ചു. അവര് ചികിത്സിക്കാൻ പറഞ്ഞു. ഞാൻ ചികിത്സിക്കുന്നുണ്ട്, എല്ലാ കാര്യമുണ്ട്, അവരോടൊന്ന് വരാൻ പറഞ്ഞു. അവർ വരുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഭാര്യ മരിച്ചിട്ട് പോലും അവർ വന്നില്ല. എനിക്ക് മനസ്സിന് വലിയ മനപ്രയാസമുണ്ടായി. പോകട്ടെ, അവർ പറഞ്ഞു നല്ല തിരക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എനിക്കൊരു സർവൻറ്റും ഞാനും കുറച്ച് അയൽക്കാരും എൻ്റെ കുടുംബത്തിലെ ചില ആളുകൾ വന്നു നോക്കിയെങ്കിലായി. ഏകാന്ത ജീവിതം നയിക്കുന്ന എനിക്ക് പണമുണ്ട്, പെൻഷൻ, എനിക്കെന്തിനാണ് അവരുടെ പണം? അങ്ങനെ ഒരു ദിവസം എനിക്ക് ഹൃദയാഘാതമുണ്ടായി. എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തു. എനിക്ക് ബൈപ്പാസ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഒപ്പിട്ട് കൊടുക്കാൻ പോലും മക്കളില്ല. എൻ്റെ ബന്ധുക്കൾ ആരോ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എൻ്റെ മക്കളെ വിളിച്ച് വിവരം പറഞ്ഞു. ഞാൻ ICUവിൽ ഓപ്പറേഷന് വിധേയനായ ശേഷം ബോധം തെളിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ എന്നെ വന്ന് കണ്ടവരെ ഒക്കെ ഞാൻ നോക്കി. ഞാൻ നോക്കുന്നത് 2 പേരെയാണ്. ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ നല്ല കാലത്ത് വളർത്തിയ എൻ്റെ മകനെയും മകളെയും 2 പേരുമില്ല. എന്നെ വാർഡിലേക്ക് മാറ്റിയപ്പോൾ അവരെന്നോട് കഥ പറഞ്ഞു. മകനെയും വിളിച്ചു, മകളെയും വിളിച്ചു. മകൻ പറഞ്ഞു, എൻ്റെ പ്രഗത്ഭരായ സുഹൃത്തുക്കളായ ഡോക്ടർമാരുടെ കേരളത്തിൽ ഞാൻ വിളിച്ചു പറയാം, നല്ല ചികിത്സ അച്ഛന് കൊടുക്കാൻ വേണ്ടത് ചെയ്യണം, പണം ഞാൻ തരാം. മകള് പറഞ്ഞു, ഹാർട്ട് അറ്റാക്ക് ഒന്നും ഇന്നത്ര വലിയ ലോകമല്ല, അത് ഡോക്ടർ ചെന്നാൽ മാറാവുന്നതേ ഉള്ളൂ, നിങ്ങൾ ചികിത്സിക്കുക, ഞങ്ങൾ വന്നിട്ട് എന്താ ഫലം? 2 പേരും വന്നില്ല. എനിക്ക് ഹൃദയാഘാതം ഒന്നുകൂടി ഉണ്ടാകുമോ എന്ന് തോന്നി. ഞാൻ എന്തിനാ മക്കളെ പഠിപ്പിച്ചത്? ഞാൻ എന്തിനാണ് മക്കളെ വളർത്തിയത്? ഇയാൾ ആ സദസ്സിന് മുമ്പിൽ കണ്ണുനീരുട്ടിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ആ സദസ്സിൽ പലരും കരഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നു, നിങ്ങളൊന്ന് വേദനിക്കുമ്പോൾ വേദനിക്കാത്തൊരു മകനെയും മകളെയും നിങ്ങൾക്ക് എന്തിനാ? തൻ്റെ പിതാവാര് മാതാവാരെന്ന് തിരിച്ചറിയാത്തൊരു കുഞ്ഞിനെ നിങ്ങൾ എന്തിനാ വളർത്തുന്നത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മതബോധം കൊണ്ടൊരു കുട്ടിക്ക് പരിശുദ്ധ ദീൻ കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഉപ്പയാരും ഉമ്മയാരെന്ന് അറിയൂ. അല്ലാത്ത ഒരു കുട്ടിക്കും മാതാപിതാക്കളോട് ഒരു വിലയും ഉണ്ടാവില്ല. മോനെ, നിന്റെ ഉമ്മ ലോകത്ത് നിനക്ക് ഏറ്റവും കടപ്പെട്ട സാധനമാണ്. ആ കുഞ്ഞിനോട് ഇസ്ലാം ചോദിച്ച ചോദ്യമാണ്, നിന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് ഒരു പെണ്ണിനെ നിർത്താൻ കഴിയില്ല മോനെ. നിന്റെ ഉമ്മയുടെ സ്ഥാനത്ത് ഒരാളും നിന്നെ സ്നേഹിക്കൂല, നിനക്ക് സ്നേഹം കിട്ടൂല. ഉമ്മ എന്ന് പറയുന്ന സാധനത്തിന് ദുന്യാവിൽ തുല്യതയുണ്ടോ കുഞ്ഞേ? അതിന് പകരം വെക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ മോനെ? മണനാരണ്യത്തിൽ വന്ന് കട്ടപ്പെട്ടുകൊണ്ട് പണമെടുക്കുന്ന ബാപ്പ നിന്റെ പഠനത്തിനും വളർച്ചക്കും നിന്റെ ഉയർച്ചക്കും വേണ്ടി ചെലവാക്കുന്ന ഈ പണത്തിന്റെ വില നീ അറിയുമോ കുഞ്ഞേ? സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് അതുകൊണ്ടാണ് നബിത്തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. കുട്ടികളോട് പറയണം, മോനെ, ഹുമാ ജന്നതുക വനാറുക, ബാപ്പയും ഉമ്മയും നിന്റെ സ്വർഗവുമാണ് നരകവുമാണ് കുഞ്ഞേ. നിന്റെ നരകവുമാണ് സ്വർഗവുമാണ് കുഞ്ഞേ. മരിക്കാൻ കിടക്കുമ്പോൾ ഒരു വെള്ളമെങ്കിലും കൊടുക്കണ്ടേ? ജീവൻ വെടിയുന്ന നേരത്തൊരു തിരി ജീവനം നൽകുവാൻ മക്കളില്ല. ഒരു കവിയുടെ സംഘടനത്.
ജീവൻ വെടിയുന്ന നേരത്തൊരിത്തിരി ജീവനം നൽകുവാൻ മക്കളില്ല. അങ്ങനെ മരിച്ചു പോകുന്ന എത്ര മാതാപിതാക്കളുടെ. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കി തെരുമാറാവട്ടെ. ഒരു മനുഷ്യന്റെ നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് തന്നെയാ മക്കൾ നന്നാവുക. പക്ഷെ മക്കൾ നന്നാവണമെങ്കിൽ കുറച്ചൊക്കെ പണി നമ്മൾ എടുക്കണം കേട്ടോ. എന്താ പണി? ആ മക്കളെ ശരിക്കും വളർത്താൻ ഇന്ന് മുതലെങ്കിലും ഒരു റബീഉൽ അവ്വലിലെ സന്ദേശമായിട്ടെങ്കിലും പഠിച്ചോ. അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു സന്ദേശം എന്താ? ഏതൊരു ദിവസവും ഒരാൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ, നിങ്ങളൊക്കെ ഞാനും നിങ്ങളൊക്കെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ, യഅഖുദുൽ ഇൻസാനു അലാ ഖാഫിയത്തി റസിഹി സലാസു ഉഖദിൻ, ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ പിശാച് 3 കെട്ട് നമ്മളെ തലക്കിടുന്ന 3 കെട്ട് എല്ലാവരും തലക്കിടും. 3 കെട്ട് തലക്കിടും. തപ്പിയ കാണുന്നില്ല. 3 കെട്ട് തലക്കിടും കിടന്നുറങ്ങുമ്പോൾ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. സ്വഹീഹായ ഹദീസാണ്. മാത്രമല്ല ഇമാം നവവി തങ്ങൾ അദ്കാറിൽ വലിയ പ്രാധാന്യത്തോടെ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിച്ച ഹദീസാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? 3 കെട്ടിട്ടാണ് കിടത്തിയാൽ ഈ കെട്ടിന്റെ പ്രത്യേകത എന്താ അറിയോ? ശരിക്കും ഇപ്പം നിങ്ങളെ കുട്ടികൾക്ക് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നല്ല കളിപ്പാട്ടം കൊടുക്കാറില്ലേ? കാറ്, JCB ഒക്കെ ഇങ്ങനെ അതിൻ്റെ മണ്ടയ്ക്കൊരു ബാറ്റ് ഇടും. ആ ബാറ്റ് പോലെയാണ്. പിന്നെ കയ്യിലൊരു റിമോട്ടാണ്. ഈ റിമോട്ട് ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ JCB പൊങ്ങും, അത് മറിയും മാന്തും, കാറ് മുന്നോട്ട് പോകും പുറകോട്ട് പോകും എന്ന പോലെ പിശാച്ച് കയ്യിലുള്ള റിമോട്ട് കൊണ്ട് ഈ കുട്ടിനെ ഇങ്ങനെ നിയന്ത്രിക്കുകയാണ്. ഈ മനുഷ്യനെ നിയന്ത്രിക്കുക. പിശാച്ചിന്റെ നിയന്ത്രണത്തിലായി 3 കെട്ടുണ്ടായാലും ഇതെല്ലാവർക്കും ഇടുന്ന ഈ 3 കെട്ട് ഓരോ ദിവസവും പിശാച്ചിടും. പിന്നെ ഓൻ്റെ റിമോട്ടിലാ എന്താ പിശാച്ച് പറഞ്ഞ അതേ കുട്ടി കേൾക്കുള്ളൂ. ഇത് പൊട്ടിക്കാൻ എന്താ മാർഗം? അതും നബി തങ്ങൾ അദ്ദേഹത്തിൽ തന്നെ പറഞ്ഞു. ഈ 3 കെട്ടുകൾ പൊട്ടിക്കാതെ ഒരു ദിവസം ആരംഭിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് പ്രത്യേകം മനസ്സിലായിക്കോ. ഈ 3 കെട്ട് പൊട്ടിക്കാനുള്ള മാർഗം വലിയ പ്രയാസമൊന്നുമില്ല. എവിടെയും പോകണ്ട. അത് പൊട്ടിക്കാൻ ഒരു അപകടവും ചെയ്യണ്ട, പൈസയും ചെലവാക്കണ്ട, മരുന്നും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ എന്തേ വേണ്ടു? ചെറിയൊരു ശ്രദ്ധ. എന്താ? പരിശുദ്ധ തിരുവചനം പറയുന്നു, ആ മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പടച്ചറബിനൊരു ദിക്ർ ചൊല്ലിയാൽ ഇൻഹല്ലത്ത് ഉഖദത്തുൻ, ഒരു കെട്ട് പൊട്ടി. ഏതാണ് ആ ദിക്ർ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ആ ദിക്ർ ചെല്ല, കുട്ടിനെ കൊണ്ട് ചെല്ലിക്ക് അങ്ങനെ ചെല്ല. എന്നാൽ ഒരു കെട്ട് പൊട്ടിയാണ് തീർക്കും. പിന്നെ പിശാചിനെ നിയന്ത്രിക്കാൻ കെട്ട് പൊട്ടിയാണ് തീർക്കുന്ന. ഇൻഹല്ലത്ത് ഉഖദുഹു, കെട്ട് പൊട്ടും. ആരാ പറയുന്നത്? ഞാനല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇന്ന് മുതൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് ശരിക്ക് കുട്ടികളെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പഠിപ്പിക്കാം. മദ്രസയിൽ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി, മനസ്സിലൊന്ന് പറഞ്ഞു നോക്ക്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഈ ദിക്ർ ചെല്ലിക്കുക. ഇത് ചെല്ലാതെ ഒരൊറ്റ കുട്ടി ഇന്ന് മുതൽ എഴുന്നേൽക്കാൻ പാടില്ല. ഈ റബീഉൽ അവ്വലിന്റെ ഒരു പാഠം, അതൊരു സുന്നത്ത്. അതിന്റെ കൂലി നമുക്ക് കിട്ടും. ഒരു കെട്ട് പൊട്ടി. വൈൻ തവല്ല, പോയിട്ട് വുളൂ ചെയ്താൽ ഇൻഹല്ലത്ത് ഉഖദത്തുൻ, മറ്റേ കെട്ടും പൊട്ടി. വസല്ല, നിസ്കരിച്ചാലോ, സുബഹിയാണ് നിസ്കരിച്ചാലോ, ഇൻഹല്ലത്ത് ഉഖദഹു കുല്ലുഹാ, ഓന്റെ എല്ലാ കെട്ടും പൊട്ടി. കെട്ട് പൊട്ടി 3 മാത്രമല്ല, ഫഅസ്ബഹ, അവൻ രാവിലെ എഴുന്നേറ്റ് വരും. എങ്ങനെ? നശീതൻ തീബൻ നഫ്സ്, നല്ല ഉത്സാഹത്തിലും നല്ല കുട്ടിയായിട്ട് വരും. നല്ല കുട്ടി മിടുക്കനായിട്ട് വരും. ഇല്ല, ഈ 3 കെട്ടും പൊട്ടിച്ചില്ലെങ്കിലോ അസ്ബഹ, അവൻ നേരം വെളുത്ത് വരുന്ന എങ്ങനെയാ? അവൻ വരുന്നത് ഖബീസൻ നഫ്സി കസ്ലാൻ, തനി മടിയനും ഒരു തമ്മാടി കുട്ടിയുമായിട്ട് അവൻ വരും. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഈ 3 കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്താ വലിയ പ്രയാസം? കുട്ടിനെ രാവിലെ വിളിച്ചോത്ത് സുബഹിസ്കരിക്കാൻ എന്താ പ്രയാസം? ഗൾഫിൽ പല സ്ഥലത്തും സുബഹി തന്നെ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ഇപ്പൊ കുറെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ അങ്ങനെയാണ്. എഴുന്നേൽപ്പിച്ചിട്ട് നിസ്കരിപ്പിക്കണം സുബഹി. ഇനി നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് സ്ത്രീകൾ നിസ്കരിച്ചാൽ മതി. അവർക്ക് ഉദൂച്ച് നിസ്കരിച്ചില്ലെങ്കിലും ഈ കെട്ട് പൊട്ടും. കാരണം എന്തുകൊണ്ട്? ആ സമയത്ത് അവർക്ക് ഇളവുള്ളതുകൊണ്ട്. അല്ലാത്ത സമയത്ത് ഈ 3 കാര്യം കൂട്ടത്തിൽ ഒന്നുകൂടി ലേശം ഖുർആനും കൂടി ഒതിച്ചാൽ നിങ്ങളെ കുട്ടി നന്നാവും. ഇതൊന്നും ചെയ്യൂല. ഈ ഒരു നല്ല കാര്യം ചെയ്യൂല. കുട്ടിക്ക് ഇതൊന്നും ചെയ്തു കൊടുക്കില്ല. എന്താ ചെയ്യുക? നാട്ടിലെ കുട്ടി ഉണ്ടാവും. കുട്ടി സുബഹിക്ക് കിടന്നുറങ്ങും. സുബഹിക്ക് വിളിക്കാൻ പറയില്ല, നിസ്കരിപ്പിക്കാൻ പറയില്ല, ഖുർആൻ ഓതിപ്പിക്കൂല, ദിക്രി ഇല്ലിപ്പിക്കൂല. പിന്നെയോ കുട്ടി ഏതെങ്കിലും കള്ളുകൊടുക്കുന്ന കമ്പനി ചേർന്നിരിക്കണമെന്ന് കേൾക്കുമ്പോൾ ഒരു 100 രൂപ ചുറ്റി ഉസ്താദിൻ്റെ അടുത്തുകൊണ്ടെന്ന് ഉസ്താദിനോട് കുട്ടിനെ സ്വർഗത്ത് കാക്കാൻ തറക്കാൻ പറയും. വെറുതെ ഉസ്താദിനെ ഇടങ്ങാറാക്കിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എന്ന് കരുതി ഉസ്താദ് ദ്വാരന കുട്ടി നന്നാവില്ലെന്നോ വയതിന് പൈസ കൊടുക്കണ്ടെന്നോ അതിനർത്ഥമില്ല. അത് മനസ്സിലാക്കണ്ട. വിലങ്ങ് മനസ്സിലാക്കി കുഴപ്പമുണ്ടാക്കണ്ട. ഉള്ള 100 രൂപ കുറക്കണ്ട, കൊടുത്തോളി. നിങ്ങൾക്ക് ഉപകാരമില്ല, ഇവിടെ സംഗതിക്കയിൽ ഉപകാരം ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചെറിയ ചികിത്സ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഈ ഒരു 3 മരുന്ന് നിങ്ങൾ ചെയ്താൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ എന്ന ദിക്ർ ചൊല്ലി ഉണർന്നാൽ തന്നെ മനുഷ്യനന്ന് നശീത്തായി എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരൊറ്റ കുട്ടിയെ ചെല്ലൂല്ലോ. ഒരു കുട്ടി അത് ചെല്ലൂല. എന്ത് കൊണ്ടോ ഇല്ലൂല. അവനത് ചെല്ലുന്നതിനെ കുറിച്ച് താല്പര്യമില്ല. നബിതങ്ങൾ അങ്ങനെ പറഞ്ഞതായിട്ട് അവന് ഓർമ്മയില്ല. ഇവിടെയാണ് നമ്മളും സുന്നത്തും തമ്മിൽ അകലുന്നത്. നമ്മളെ ജീവിതം വേറെ വഴിക്കാന്ന്. വെറുതെ അല്ല നമ്മൾ കുട്ടികളെ നാശാവണത്. ദീൻ അവരെ നന്നാക്കാൻ പറഞ്ഞ ഒരു കാര്യവും നമ്മൾ ചെയ്യാറില്ല.
അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു കുട്ടി നന്നാവുന്നതിൽ ഇതൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ വലിയ പങ്ക് ഒരിക്കലും നമ്മൾ വിസ്മരിക്കാനേ പാടില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ വിട്ടുപോയപ്പോൾ നമുക്ക് വലിയ വലിയ അപകടം ഉണ്ടായി. ആത്മീയമായ സദസ്സുകൾ മനുഷ്യൻ സംഘടിപ്പിച്ച് നല്ലത് ചെയ്യുമ്പോൾ അതിലൊക്കെ ഗുണമുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ മൗലിദ് സംഘടിപ്പിക്കും, മൗലിദ് സംഘടിപ്പിച്ചുകൊണ്ട് ആ മൗലിദ് വെച്ച് ദുആ ചെയ്യുമ്പോൾ ഒരു ബർക്കത്ത് നമുക്ക് കിട്ടൂലേ? നന്മക്ക് വേണ്ടി നമ്മൾ വല്ലതും ചെയ്താൽ അതുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടും. നല്ലത് ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം കിട്ടും. ഇപ്പൊ നമ്മുടെ ഒരു മജ്‌ലിസുന്നൂർ ഒന്നിച്ചിങ്ങനെ ഇരുന്നിട്ട് ചെല്ലുമ്പോൾ ആ മജ്‌ലിസുന്നൂറിൽ നമ്മൾ വിളിക്കുന്നത് മഹാന്മാരായ ബദർ സുഹദാക്കളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി പടവെട്ടി മരിച്ച മഹത്തുക്കൾ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചതെന്ന് പറയാനാ. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മളെ പഠിപ്പിച്ചതൊക്കെയാ. മജ്‌ലിസുന്നൂറിൽ നമ്മൾ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ഓ ജനങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ പടച്ചറബിന് തഖ്വ ചെയ്യണം. പോരാ, വബ്തഗൂ ഇലൈഹിൽ വസീല, പടച്ചറബിലേക്ക് അടുക്കുവാൻ നിങ്ങൾ വസീല തേടണം. അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നിങ്ങൾ വസീല തേടണം. വസീല എന്നാൽ ഇടയാളന്മാർ. പടച്ചറബിനോട് ഏറ്റവും ബന്ധമുള്ളവരെ വിളിച്ചുകൊണ്ട് പടച്ചറബിനോട് വല്ലതും ചോദിച്ചാൽ, മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞു കേട്ടിട്ടില്ലേ? ബദറുൽ കുബ്ര എഴുതിയപ്പോ വെറും ഒരു കാവ്യമല്ല, കോഴിക്കോട്ട് കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞിക്കാദി കാദിയാകുമ്പോ ആ ദർസിൽ പോയി ഒരു മുത്തഅല്ലിമിനെ പോലെ ഇരുന്നിട്ട് ഉഹദ് പടപ്പാട്ടും ബദർ പടപ്പാട്ടും പഠിച്ചിട്ട് എഴുതിയ മഹാനാണ് മോയിൻകുട്ടി വൈദ്യർ. ഉഹദ് പടപ്പാട്ടിൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞിക്കാദി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇൽമ പഠിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയ ബദറുൽ കുബയുടെ ആമുഖത്തിൽ മോയിൻകുട്ടി വൈദ്യർ എഴുതി വെച്ച വരിയാണ്, ഉള്ളുറപ്പിലൊരുത്തൻ കോനിൽ ബിഹക്കിഹിം ദുഅതടുകിൽ ബിരുത്തമേത് ഫൊശുത്തിലാകിലും കിട്ടും ഉത്തരം അജിലായി. ഉള്ളുറപ്പിൽ ഒരാൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ എവിടെയാണെങ്കിലും ശരി ഉത്തരം കിട്ടും, ഉറപ്പാ. അങ്ങനെയാണ്. ഖാലിസായ കരുത്തുകൊണ്ട് വിളിത്തും അൻബദരിങ്ങള. ആ വാക്ക് നോക്ക്, ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തും അൻബദരിങ്ങള. ഹാദിറുണ്ട് വിടത്തിലും തന്മുറാദ് പോൽ ക്ഷണം ഹസില. അങ്ങനെ ഒരു മനുഷ്യന് പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതിന്റെ കാര്യം എന്താ? അത് സംഭവിക്കുന്ന കാര്യമാണ്. അവരെ ഹക്ക് ജാഗ് ബറക്കത്ത് കൊണ്ട് പടച്ചറബിനോട് ചോദിച്ചാൽ കിട്ടും. ഇതാരാ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനാ പഠിപ്പിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പോലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ ബദരീങ്ങളെ മദ്ഹ് ഇങ്ങനെ പാടുകയാണ്. അതിങ്ങനെ പാടുമ്പോൾ നബി തങ്ങളെ കണ്ടപ്പോൾ തിരിച്ചു പാടി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ. നബിനെ പറ്റി പാടി. നബി പറഞ്ഞു, നിർത്ത്, നിങ്ങൾ നേരത്തെ പാടിയ ബദർ ശുഹദാക്കളെ കുറിച്ച് പാടിക്കോ, അതാണ് ഇതിനേക്കാൾ ഏറ്റവും നല്ലത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ വരെ ഇഷ്ടപ്പെട്ട സംഗതിയാണ്. നബി തങ്ങളെ സ്നേഹിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങളെ മനസ്സ് വളരെ ഗൗരവത്തിൽ ഉൾക്കൊള്ളണം. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ വാർഷികമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. അതും കൂടി കൂട്ടിച്ചേർത്ത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് സമയത്തിന്റെ അടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ല. ഇത്ര സമയം വരെ പോകാൻ പറ്റും. നിൽക്കാൻ 11 നിർത്താനായിട്ടുണ്ടാവും. ഇപ്പം തന്നെ എത്ര എന്താ പറയാ. എന്തായാലും നമ്മൾ ദുആ ചെയ്ത് വരുമ്പോഴേക്കും 11 വരെ നമുക്ക് കലക്കാവും. എനിക്ക് നീട്ടി പറയണമെന്നുണ്ട്, ഞാൻ അതിനായിട്ട് വന്നതാണ്. നിങ്ങളൊരു പക്ഷേ വല്ലാതെ നീട്ടിയാൽ ദുന്യാവെന്ന് പിന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടാത്തൊരു ഗതി വിടും, ഒരു ബുദ്ധിമുട്ടാവും. ഏതായാലും ഇരുന്ന ഇരുത്തവും ഈ സമയവും അള്ളാഹു നമുക്ക് ഖൈറായ അമലാക്കി തെരുമാറാവട്ടെ. എത്ര കുറച്ചിരുന്നാലും എത്ര കൂടുതലിരുന്നാലും ഈ സമയം നമുക്ക് പ്രയോജനപ്പെട്ടാൽ മതിയല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ ഈ സമൂഹത്തിന് ശരിക്ക് ദീൻ എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആദ്യകാല പണ്ഡിതന്മാർ ഉണ്ടാക്കി വെച്ചതാണ്. ഇഖ്ലാസുള്ള പണ്ഡിതന്മാർ. വരക്കല മുല്ലക്കോയ തങ്ങൾക്ക് അല്ലാഹുവിൽ എന്നുള്ള ഇൽഹാമിനനുസരിച്ച് കൊണ്ട് ബഹുമാനപ്പെട്ട ഒരു കെട്ടിപ്പടുത്തതാണ് ഈ പ്രസ്ഥാനം. അതിന്റെ 90-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. 90 വർഷത്തെ ചരിത്രം സമത്തെ മുന്നിൽ വെക്കുന്നു. 90 വർഷത്തെ ചരിത്രം, 90 വർഷത്തെ സമത്തിന്റെ വിശുദ്ധി. അവർ വിശുദ്ധന്മാർ, ഇത് കൊണ്ടു നടന്ന ആൾക്കാരും ഇതിന്റെ ആദർശവും വിശുദ്ധമാണ്. സമത്തയുടെ ആദർശം 100% വിശുദ്ധമാണ്. ആ വിശുദ്ധമായ ആദർശം കൊണ്ടു നടന്ന മഹത്തുക്കളായ നേതാക്കൾ, ഒന്ന് നമ്മളൊക്കെ കാണുമ്പോൾ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, അള്ളാഹുവേ ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് വന്ന് നോക്കിയാൽ മതി. മലപ്പുറം ജില്ലക്കാരുണ്ടാവുമല്ലോ ഇവിടെ. പുളിക്കലടുത്ത് ചെറുമുറ്റം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിന്റെ അല്പം ദൂരത്ത് 2 കിലോമീറ്ററേ ഉള്ളൂ. സ്വന്തം നാട്ടിൽ. ആ നാട്ടിലേക്ക് അദ്ദേഹത്തെ ദുആക്ക് വേണ്ടി വിളിച്ചു കൊണ്ടുവന്ന് മഴ കിട്ടാത്തൊരു സമയത്ത് മഴക്ക് വേണ്ടി ദ്വാരക്കാൻ വിളിച്ചുകൊണ്ടതാ. 2 കിലോമീറ്റർ അപ്പുറത്തെ. അത്ര അംഗീകാരം നാട്ടിൽ. ചില ആൾക്കാർ അവനാന്റെ നാട്ടിൽ അംഗീകാരം ഇല്ലാത്തവരെ കുപ്പായിട്ട് വേറെ നാട്ടിലേക്ക് പോകല്. ഇതങ്ങനെയല്ല, അതുകൂടി മനസ്സിലാക്കണം. സ്വന്തം നാട്ടിലേക്ക് ബഹുമാനപ്പെട്ടവർ വിളിച്ചു, 2 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വിളിച്ചു ദ്വാരപ്പിച്ചു. അദ്ദേഹം കരഞ്ഞു ദ്വാരുന്നു, യാ വദൂദ് യാ വദൂദ്. കണ്ണിയത്ത് ഉസ്താദിന്റെ സ്വതസിദ്ധമായ ദുആ കൂട്ടത്തിൽ അദ്ദേഹം അല്ലാഹുമ്മ അസ്കിനൽ ഉഇത വറഹ്മത വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ കരഞ്ഞിട്ടാണ് ദ്വാരുന്നത്. ദ്വാ കഴിഞ്ഞ ആൾക്കാരെ കണിച്ചു. ആൾക്കാർ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് കണ്ണിയത്ത് അവിടെ ഇരിപ്പുണ്ട്. മൈക്ക് എടുത്തു വെച്ചിരുന്നില്ല. ഇരുന്ന സ്ഥലത്ത് വെച്ച് കണ്ണിയത്ത് ഉറക്കെ പറഞ്ഞു. അദ്ദേഹം എങ്ങനെ പറയാം? കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, പടച്ചോനെ, ഞാൻ നിന്നെ കണ്ട് മഴ ചോദിച്ചതാ, നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂല എന്നാണ്. ഓ, അതൊരു വല്ലാത്ത വാക്കല്ലേ.
നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂല. അത് മൈക്ക് കൂടെ കേട്ടു. അത് കേട്ടപ്പോൾ ജനങ്ങൾ പോയവരൊക്കെ തിരിച്ചു വന്നു. കണ്ണിയത്ത് പോകുന്നില്ല, നമ്മളും പോകുന്നില്ല. സംഘാടകർ കുഴഞ്ഞു, മൈക്ക് എടുത്തു വെച്ചു. ഇനി വല്ലതും പറഞ്ഞാൽ അതിനേക്കാൾ ഇടങ്ങാറാവും. പേടിച്ചു പോയി പലരും. വല്ലാത്ത വാക്കല്ലേ പറഞ്ഞത്. കണ്ണിയത്തിങ്ങനെ എന്നെന്തോ ധിക്കരിച്ചില്ലാണ് ആൾക്കാരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഒരു അത്ഭുത സംഭവമാണത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ആരും മിണ്ടാതിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാറ്റ്, എവിടുന്ന് ഒരു മേഘത്തെ വഹിച്ചുകൊണ്ടൊരു കാറ്റ്, മേഘാവൃതമായി വമ്പിച്ച മഴ. കണ്ണിയത്ത് ഉസ്താദ് മഴ കൊണ്ടു, ആൾക്കാർ മഴ കൊണ്ടു. മഴ കൊണ്ടാ പിരിഞ്ഞു പോയത്. ഈ മഴത്തുള്ളി കൊണ്ട ആൾക്കാർ ഇന്ന് അവിടെ ഹയാത്തിലുണ്ട്. ഈ മഴ കൊണ്ട ആൾക്കാർ എവിടെയും ആ മഴ പെയ്തിട്ടില്ല, വേറെ എവിടെയും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ തിരുത്തൂർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അള്ളാഹുവിന്റെ അടിമകളിൽ ചില മനുഷ്യരുണ്ട്, അവർ പടച്ചറബിനെ വിചാരിച്ചുകൊണ്ടൊരു കാര്യം അങ്ങ് അണയിട്ട് പറഞ്ഞാൽ ലഅബറഹു, പടച്ചറബ് അത് നടത്തി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ആണ് നടത്തി കൊടുത്തു. അതാണ് സംഭവം. അതെന്താ? ശരിക്കുള്ള പടച്ചോനെ പേടിയാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന്റെ ഖൽബ് എന്നുള്ള ദുആണ്. ആ ജാതി മനുഷ്യരാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയെ നയിച്ചത്. അവർ നയിച്ചപ്പോൾ സമസ്ത വളർന്നു പന്തലിച്ചു. അതിന്റെ ആദർശവും പവിത്രമാണ്. ആ ആദർശത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായി 90 കൊല്ലം സമസ്ത മുമ്പിൽ നിന്ന് പഠിപ്പിച്ചു തന്നില്ലേ? ഈ സമൂഹത്തിന് കൃത്യമായതൊക്കെ സമസ്ത പകർന്നില്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് ദീനിന്റെ ഒരു ബേസിൻ ഉണ്ടായി കൊടുത്ത സമസ്തയാണ്. പള്ളി, ദർസ്, അതിന്റെ പാരമ്പര്യം, അതാണ് ശരിക്കും ദീന് വളർത്തിയത്. ആരെന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ പള്ളി ദർസാണ് നമ്മുടെ അന്തസ്. മതം പഠിക്കുന്ന കുട്ടികളെ പള്ളി ദർസിൽ പഠിപ്പിച്ച് ശരിക്ക് കിതാബോധി പഠിപ്പിച്ച് ഇസ്ലാമിക സംസ്കാരം ഉണ്ടാക്കി വഅള് പറഞ്ഞ് ദീൻ പഠിപ്പിച്ചു കൊടുത്ത് ഈ ഒരു തർബിയത്ത് ഉത്തരേന്ത്യക്ക് ഉണ്ടായില്ലല്ലോ. ഇൽമിന്റെ അസാസ് എന്ന് പറഞ്ഞാൽ ഈ തലക്കെന്ന് പഠിപ്പിച്ചത് അതിന്റെ പുതിയ രൂപമാണ് ഇന്നത്തെ അറബി കോളേജ്. ദർസില്ലെങ്കിൽ ഈ അറബി കോളേജ് ഉണ്ടാവില്ല. ഉത്തരേന്ത്യയിലൊന്നും ഇത്ര വ്യാപകമായി അറബി കോളേജിലല്ലോ, ബിരുദ കോളേജ് അല്ലാതെ. പള്ളി ദർസിന്റെ സിസ്റ്റം അനുസരിച്ചാണ് നമ്മുടെ അറബി കോളേജൊക്കെ ഇന്ന് പോകുന്നത്. അത് എവിടുന്ന് തുടങ്ങിയതാ? അതിനൊരു അസാസ് ഉണ്ട്. അത് അള്ളാഹുവിന്റെ തിരുത്തൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് തുടങ്ങിയത്. വഅസാസു ഇൽമിദ്ദീനി ദർസുൽ മസ്ജിദി മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫ്ഫതി വതിബാഉ മഖ്ദൂമിനഹും അഅലാമു. എത്ര മനോഹരമായിട്ടാണ് 2 വരികൾ ഒതുക്കിക്കൊണ്ട് മഹാന്മാര് പറഞ്ഞത്. വഅസാസു ഇൽമിദ്ദീനി ദർസുൽ മസ്ജിദി, പരിശുദ്ധ ദീനിന്റെ അടിത്തറ മുഴുവൻ പള്ളി ദർസിലാണ് കുടികൊള്ളുന്നത്. മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു, മിൻഹു തഖദ്ദുമു, അതുകൊണ്ടാണ് സമൂഹത്തിന് പുരോഗതി ഉണ്ടായത്. വന്നമാ, വളർച്ചയും, വതമാമു, പരിപൂർണതയും. ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫ്ഫതി, പരിശുദ്ധ തിരുദൂതരുടെ ആദ്യത്തെ മുതഅല്ലിമീങ്ങളാകുന്ന അഹ്ലു സുഫത്തിന്റെ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് ലോകത്തെ പണ്ഡിതന്മാർ സൃഷ്ടിച്ച ഒരു ഇത്തിബാഇന്റെ വകയാണത്. വതിബാഉ മഖ്ദൂമിനഹും അഅലാമു, മഹാന്മാരായ മഖ്ദൂമികളുടെ പാരമ്പര്യവും അതാണ്. ഈ മഖ്ദൂമി പാരമ്പര്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദീൻ എന്താണെന്ന് ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു. ഇത് നിലനിർത്തിയത് സമസ്തയാണ്. ഇത് നിലനിർത്തിയതും പരിപോഷിപ്പിച്ചതും സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്ത് ഇനി എന്ത് അഭിപ്രായ വ്യത്യാസം സമസ്തയിലുണ്ടായാലും നിങ്ങൾ പേടിക്കണ്ട. ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്ന പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സമസ്ത കേരള ജംഇയ്യത്തുലമയിൽ ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായ സമയമാണ് സമസ്ത അഖില കേരള ജംഇയ്യത്തുലമയെ നേരിട്ട സന്ദർഭം. അഖില കേരള ജംഇയ്യത്തുലമ എന്നൊരു സംഘടന 1967 സമസ്തക്ക് തലവേദനയായിട്ടുണ്ടായില്ലേ? വലിയ പണ്ഡിതന്മാര്, പ്രഗത്ഭരായ പണ്ഡിതന്മാര്, ഒരു വലിയ നിര പണ്ഡിതന്മാരാണ് സമസ്തക്കെതിരെ വേറെ സംഘടന ഉണ്ടാക്കിയത്. അന്ന് ആ സംഘടന രൂപപ്പെട്ടു വന്നപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി ചെറുപ്പം മുതലേ ഖിദ്മത്ത് ചെയ്യുന്ന വലിയൊരു മഹാനായിരുന്നു, മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മാർഗദർശി CH ഐദ്രോസ് മുസ്ലിയാർ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ആ മഹാന്റെ മനസ്സിൽ വല്ലാത്തൊരു അങ്കലാപ്പുണ്ടായി. എന്താ കാരണം? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുരുനാഥൻ അഖില കേരള ജംഇയ്യത്തുലമയിലേക്ക് പോയി. അഖില കേരള ജംഇയ്യത്തുലമയിലേക്ക്. എന്നിട്ട് ഐദ്രോസ് ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അഖിലയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഐദ്രോസ് ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞ സംഗതിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണയിൽ ഇതിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് വായിക്കാനും പറ്റും. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് ഇത് കൃത്യമായി ഓർമ്മയുണ്ട്. ഉസ്താദ് അത് പറഞ്ഞപ്പോൾ ഐദ്രോസ് ഉസ്താദിന് വമ്പിച്ച വിഷമായി. എങ്ങനെ അഖിലയിൽ പ്രവർത്തിക്കും? സമസ്ത വിട്ട് ഇത്ര കാലം സമസ്തയിലല്ലേ പ്രവർത്തിച്ചത്? എങ്ങനെ അഖിലയിൽ പ്രവർത്തിക്കാതിരിക്കും? ഉസ്താദല്ലേ പറയുന്നത്. കുടുങ്ങിപ്പോയി, നിവൃത്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അഖിലേക്ക് പോകാനും പറ്റില്ല, സമസ്ത വിടാനും പറ്റില്ല. പടച്ചറബ്ബേ, ഇങ്ങനത്തെ ഇടങ്ങറിഞ്ഞ് വേറെ വരാനില്ല. ആ ബുദ്ധിമുട്ടിന്റെ പാരമ്യതയിൽ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? അവസാനം അദ്ദേഹം തീരുമാനിച്ചു, തനിക്ക് എന്തൊരു വിഷമവും വരുമ്പോൾ ചോദിക്കാറുള്ളത് ബഹുമാനപ്പെട്ട മഹാനായ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാരോടാണ്. ആ മഹാന്റെ അക്ക് കൊണ്ട് പടച്ചറബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ ചാപ്പനങ്ങാടി ഉസ്താദിനോട് ചോദിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് നോക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ ചാപ്പനങ്ങാടി ഉസ്താദിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഹൽവത്തിലിരിക്കും, ഒഴിഞ്ഞിരിക്കും കുറച്ച് ദിവസം. അന്ന് കോട്ടക്കലെ പാലപ്പുറ പള്ളിയിൽ
വാതിലടച്ചകത്തിരിക്കുക, ആരും കാണൂല, ആരോടും സംസാരിക്കൂല. അത്യാവശ്യത്തിന് പുറത്തിറങ്ങും, പിന്നെ അകത്തേക്ക് പോകും. വേറെ മാർഗ്ഗമില്ല, സംസാരിക്കാൻ പറ്റൂല. ഹൈദ്രോസ് ഉസ്താദാണെങ്കിൽ ഈ വിഷയത്തിൽ തീരുമാനം എടുക്കാഞ്ഞിട്ട് ഉസ്താദാണ് അതിൽ പ്രവർത്തിക്കാൻ പറയുന്നത്. സമത്തെ വിടാനും പറ്റില്ല, ടെൻഷനോട് ടെൻഷൻ, ഉറക്കം വരുന്നില്ല. അത്രേ ഉറക്കം വരാതെ ബുദ്ധിമുട്ടിയപ്പോൾ ഒരു രാത്രി അദ്ദേഹം തീരുമാനിച്ചു, എന്ത് വന്നാലും വേണ്ടില്ല നേരിട്ട് ചെന്ന് മുട്ടി വിളിച്ചിട്ടെങ്കിലും ഈ സംഗതി ചാപ്പനങ്ങാടി ഉസ്താദിനോട് ഞാൻ പറയും, മറുപടി കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയാലും വേണ്ടില്ല. രണ്ടും കൽപ്പിച്ച് നേരെ പാലപ്പുറം പള്ളിക്കാണ് കയറി ചെന്നത്. രണ്ടും കൽപ്പിച്ച് കയറി എങ്ങനെയാണ് ചെല്ലുന്ന സമയത്ത് വരാൻ പറഞ്ഞിട്ട് കാത്തു നിൽക്കുന്ന പോലെ ചാപ്പനങ്ങാടി ഉസ്താദ് പൊമുഖത്ത് തന്നെ കാത്തു കണ്ടത്. ഒരാളെ കാണാത്ത മനുഷ്യൻ കാത്തുങ്ങനെ നിൽക്കുക, വല്ലാത്തൊരു അത്ഭുതമല്ലേ. ഹൈദ്രോസ് ഉസ്താദ് നേരെ പറഞ്ഞ കാര്യമാണ്. നേരെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ചാപ്പനങ്ങാടി ഉസ്താദ് വഅലൈക്കും അസ്സലാം എന്ന് മറുപടിയും പറയും. രണ്ടാളൊന്നും മിണ്ടിയില്ല. ആ മൗനം തുറന്നപ്പോൾ ചാപ്പനങ്ങാടി ഉസ്താദ് ഹൈദ്രോസിന്റെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞത്രേ, ഇത് സമസ്തയാണ്, മഹാന്മാരാണ് ഈ സംഘടന ഉണ്ടാക്കിയത്, ഉറച്ചു നിന്ന് പ്രവർത്തിക്കണം, ബാക്കിയുള്ളതൊക്കെയാണ് പോയിക്കോളുന്നു. ഒന്നും അങ്ങോട്ട് ചോദിച്ചിട്ടില്ലല്ലോ, ഒന്നും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല, ഒരു സംഗതി അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. ഈ ഒരൊറ്റ വാക്കോടുകൂടി ഹൈദ്രോസിന്റെ മനസ്സ് കുളിർത്തു. അദ്ദേഹം സമത്തയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചു. അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ടൊരു മഹാനാണ് പറഞ്ഞത്, നിങ്ങൾ സമത്തയിൽ ഉറച്ചു നിൽക്കണം, ബാക്കിയുള്ളതൊക്കെ പോയിക്കോളുന്നു. ഒരു വല്ലാത്ത സംഭവമല്ലേ. ഈ ചാപ്പനങ്ങാടി ബാബുസിന്റെ ജീവിതവും ചരിത്രവും പഠിച്ചു നോക്കും, നിങ്ങൾ അത്ഭുതപ്പെടും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ നിരവധി അനുഭവങ്ങളുണ്ട്. അത്ര വലിയ കറാമത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ടവർ. ആ മഹാൻ പറഞ്ഞ വാക്കനുസരിച്ച് ഹൈദ്രോസ് ഉസ്താദ് മരണം വരെ സമത്തൊക്കൊപ്പം നിന്നു. ആ സമത്തെ പരിപോഷിപ്പിക്കാനും പ്രവർത്തിക്കുവാനും നമ്മൾ എന്നാൽ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മളില്ലെങ്കിൽ സമത്ത വളരും, പക്ഷേ നമുക്കതിൻ്റെ ഒരു ഗുണം കിട്ടും. നമ്മളിപ്പോൾ ഈ സ്വലാത്തിൽ നിന്നും ദിക്റിൽ നിന്നൊക്കെ നബിത്തങ്ങളെ പുകഴ്ത്തുന്നൊക്കെ നമുക്ക് ഗുണം കിട്ടാനാ. നബിത്തങ്ങൾക്ക് ഇപ്പം നമ്മുടെ സ്വലാത്ത് കൊണ്ട് വലിയൊരു കുറവൊന്നും ഉണ്ടാവില്ല. ട്രാൻസ്ഫോമറിന്റെ വേലി കിട്ടുന്ന മാതിരിയാ. വേലിയില്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ കുഴപ്പമൊന്നുമില്ല, പോണോനാ കുഴപ്പമുണ്ടാവുക. നമ്മൾ ഈ ചെയ്യേണ്ട പ്രവർത്തനത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഈ രീതിയിൽ സമത്വക്കൊപ്പം നിൽക്കാനും പ്രവർത്തിക്കാനും നമ്മൾ മുന്നോട്ട് വരേണ്ടതിന്റെ പ്രാധാന്യത ഞാൻ പറയുന്നത്. നമ്മളെ നയിച്ച ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ, അദ്ദേഹത്തിന് അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാവട്ടെ. വലിയ മഹാനായിരുന്നില്ലേ. സുന്നത്തെന്ത് വിധേയത്തെന്ത് സമൂഹത്തിന് ശരിക്കും തിരിച്ചു കാണിച്ചു കൊടുത്തു. അദ്ദേഹം കൃത്യമായി ദീൻ എന്താന്ന് പഠിപ്പിച്ചു. ആ ദീൻ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, സമൂഹത്തിന് ആവശ്യമുള്ളതൊക്കെ ശരീഅത്ത് പക്ഷത്തിൽ മുമ്പിൽ നിന്നു, മിഷണറി പക്ഷത്തിന് മുമ്പിൽ നിന്നു, ഖാദിയാനി പക്ഷത്തിൽ അദ്ദേഹം മുമ്പിൽ നിന്നു. ഈ ഉമ്മത്തിന് എന്തൊക്കെ വിഷയങ്ങൾ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ വേണോ, നമ്മുടെ സംഘാടകർ ബക്കറ്റുമായി നിങ്ങളടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ അതിനോട് സഹകരിക്കണം. കാരണം നമ്മുടെ ഈ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് നടക്കണമല്ലോ. ആ സംഘാടകർക്ക് ബാധ്യത വന്നാൽ പിന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ നിയ്യത്ത് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും നല്ല സംഖ്യ കൊടുത്താൽ നമുക്ക് ദ്വാരക്കാം. ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ, നമ്മൾ ഈ കൊടുക്കുന്ന പണത്തിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ കുടുംബപരമായ വ്യക്തിപരമായ ഒരാവശ്യത്തിന് വേണ്ടി മരണം വരെ ഒരാളെ മുമ്പിലും കൈ നീട്ടി യാചിച്ച് കടം വാങ്ങേണ്ട ഗതി പഠിച്ചവൻ ഒഴിവാക്കി തരുമാറാവട്ടെ. ദീനിനെ സഹായിച്ചാൽ അത് കിട്ടും. റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് ഒരു നല്ല സംഖ്യയിൽ ഇട്ടോളൂ, അത് വിജയിക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. കൊല്ലത്തിൽ ഒന്നല്ലേ നബിദിനുണ്ടാവും. അതുകൊണ്ട് നിങ്ങളത് ഭംഗിയായിട്ട് ചെയ്യുക. നിങ്ങളൊക്കെ പിരിവ് കൊടുക്കുന്ന ആളാ, ഞാൻ നിർബന്ധിച്ച് പറയുന്നില്ല. നല്ല മനസ്സോടെ കൊടുത്തോ, പടച്ചറബതിൽ ബർക്കത്ത്. അല്ലാഹുവേ, അതിൽ മനസ്സഴിഞ്ഞ് കൊടുക്കുന്ന ആളുകൾക്ക് മരണം വരെ അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി കടബാധ്യതക്കാരനാവാതെ അത് നിർവഹിക്കാനുള്ള ബർക്കത്ത് അവർക്ക് നീ നൽകണേ തമ്പുരാനെ. അതിനു വേണ്ടി കൊടുത്തോളൂ. അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിന്നില്ല, അവസാനിപ്പിക്കുക. കാരണം ബക്കറ്റ് പിരിവ് തുടങ്ങി തന്നെ അത് അവസാനിപ്പിക്കാനുള്ള ചെറിയ സൂചനയുണ്ട്. ബിസ്മില്ലാഹിർ ഞാൻ ഇതിൻ്റെ അടുത്തുണ്ടാവില്ല. ബിസ്മില്ലാഹ്. അതുകൊണ്ട് എല്ലാവരും നല്ല നിലക്ക് തുടങ്ങിക്കോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത്. ഞാൻ അവസാനിപ്പിക്കാൻ പോകും ഇൻഷാ അല്ലാഹ്. ഞാൻ മറ്റവസരത്തിൽ വരാം. ഞാൻ ഇന്ന് ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നാട്ടിലെ തിരക്ക് നിങ്ങൾക്കറിയാം. നാട്ടിലെ നല്ല തിരക്കാണല്ലോ ഇപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ തിരക്ക്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു മകൻ്റെ കല്യാണം വരുന്നുണ്ട് അടുത്ത ദിവസം. അതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവർ പറഞ്ഞ് ഏറ്റപ്പോൾ അഷ്റഫ് സാഹിബ് നേരത്തെ നാട്ടിലൊക്കെ വന്ന് നിശ്ചയിച്ചപ്പോൾ വരാതിരുന്നാൽ ഈ സംഘടനയുമായുള്ള ബന്ധത്തിന് ഒരു കോട്ടമായിരിക്കും എന്ന് കരുതിയിട്ടാണ് വന്നത്. അതുകൊണ്ട് വരുമ്പോൾ പിന്നെ ഒരു ഭാഗത്തേക്കായിട്ട് വരാനും വയ്യ. നാളെ ഇതുപോലത്തെ ഒരു പരിപാടി വാഫി കോഴ്സിൻ്റെ പ്രചരണത്തിന് വേണ്ടി വാഫി ഓർബിറ്റിൻ്റെ ഭാഗമായിട്ട് ഖത്തറിൽ വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഖത്തറിൽ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തേ തിരിച്ചു പോകും. അള്ളാഹു യാത്ര ഖൈറാക്കട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം. നമ്മുടെ സ്ഥാപനങ്ങളുടെ നന്മയ്ക്ക് വേണം. അതുകൂടി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തെ പുറകോട്ട് നയിക്കുകയാണെന്ന് പ്രസംഗിച്ച ആൾക്കാരുണ്ടായി. നിങ്ങൾക്കറിയോ, ഏകദേശം നമ്മുടെ സമൂഹത്തിൽ ദാറുഹുദക്ക് തറക്കല്ലിട്ടുകൊണ്ട് ആ സ്ഥാപനത്തിന് അസ്ഥിവാരമിട്ട് ബഹുമാനപ്പെട്ട 2 സമത്വയുടെ പണ്ഡിതന്മാർ CH ഹൈദ്രോസ് മുസ്ലിയാരും ബഹുമാനോടെ MM ബഷീർ മുസ്ലിയാരും കുട്ടികളെ ക്ഷണിച്ചിട്ട് SSLC പോലും എഴുതിക്കൂല, 11.5 വയസ്സിന് കുട്ടികളെത്താ, ഞങ്ങൾ ആ കുട്ടികളെ യോഗ്യരാക്കുമെന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയ ആൾക്കാരുണ്ടായിരുന്നു, ആക്ഷേപിച്ച ആളുകളുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ട് അവരെ കളിയാക്കിയത്. മാനിപ്പാടത്ത് ഈ കുട്ടികളെ കൊണ്ടുചെന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, SSLC എഴുതിക്കാതെ 11 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിച്ച് 12 കൊല്ലം വെറുതെ ആക്കാന്നൊക്കെ ചോദിച്ചു. അന്ന് അവർക്ക് നേതൃത്വം കൊടുത്ത ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, മറുപടി ഒന്നും പറയണ്ട, പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ബാപ്പുട്ടി ഹാജി പറഞ്ഞു, പടച്ചറപ്പ് സഹായിക്കും. ഈ 4 പേര് നിന്ന് പ്രവർത്തിച്ചു.
11.5 വയസ്സിൽ ഏറ്റെടുത്ത കുട്ടി SSLC പോലും എഴുതാതെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ എഴുതി. ഇന്നവരെവിടേക്കെത്തി? നിങ്ങൾ നേരത്തോടെ പറഞ്ഞില്ലേ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ, ഓക്സ്ഫോർഡ് ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന്റെ അപ്പോസ്തലന്മാരാ. അവരെ തിരുത്തി. ആ തിരുത്തിയ കുട്ടി എവിടുത്താരണ? ആ തിരുത്തിയ കുട്ടി പഠിപ്പിക്കുന്നത് എവിടെയാണെന്നറിയോ? തൃപ്പനച്ചി ഉസ്താദിന്റെ പേരിലുള്ള സ്ഥാപനത്തിൽ. ഒരു കയ്യിൽ ആത്മീയതയും മറുകയിൽ ഭൗതികതയും. കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയ നേതാവാണെന്ന് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ഒരു ഭാഗത്ത് ദിക്ർ ഹൽക്ക, മറുഭാഗത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഗ്രേസ് വാലിയിൽ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം കോളേജ്, ആധുനിക കോളേജ്. വെള്ളിയാഴ്ച നേരം എടുത്താൽ ദിക്ർ ഹൽക്ക. ഇതല്ലേ നമ്മുടെ സുന്നി? സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉറുക്കും നൂലും എഴുതി വെള്ളം മന്ത്രിച്ചുതിങ്ങനെ ഇരിക്കുക. അതേ കൈകൊണ്ട് കേരളത്തിന്റെ മന്ത്രിസഭയെ നിയന്ത്രിക്കും. അതല്ലേ പ്രത്യേകത? ആത്മീയത ഒരു കയ്യിൽ, മറുകൈയിൽ കൃത്യമായി ഭൗതികത. രണ്ടും സമ്മിശ്രമായി. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾ നോക്ക്, ദാറുദ്ദീനിലെ കുട്ടികൾ ഇന്ന് ലോകത്ത് എവിടേക്കെത്തി? BBC-യിലുണ്ട്. വാഫി കുട്ടികൾ എവിടേക്കെത്തി? വാഫി കുട്ടികൾ ഉയർന്നു വന്ന് കോട്ട് ട്രാൻസ്ലേറ്റർമാർ. 5 കുട്ടികളാണ് PhD എടുത്തുകൊണ്ട് കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയത്. 5 കുട്ടികൾ. അസീർ എന്നല്ല, കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കണം നിങ്ങൾ. കുവൈത്ത് ന്യൂസ് ഏജൻസിയുടെ 1 and only റെപ്രസെന്റേറ്റീവ് ഇൻ ഇന്ത്യ ഒരു വാഫിയാണ്. സമത്വം ഉണ്ടാക്കി വെച്ച പ്രൊഡക്റ്റാണ് ഇത്. ഇതിന് തുല്യം നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആരാണ്ടാക്കിയത്? ആത്മീയതയും ഭൗതികതയും സമ്മിശ്രമാക്കി റുസൂഖുള്ള പണ്ഡിതന്മാരെയും ഭൗതിക ലോകത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ കെൽപ്പുള്ള ബഹുഭാഷാ പണ്ഡിതന്മാരെയും ഓക്സ്ഫോർഡിനെ തിരുത്തുവാനും ലോകത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസികൾക്ക് അൽ ജസീറയുടെ കോർഡിനേറ്റർ വരെ ആകുവാൻ കെൽപ്പുള്ള പണ്ഡിതന്മാർ കേരളത്തിലെ ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊങ്ങി വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം. അത്ര വലിയ വിപ്ലവം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ചെടുത്തു. അതൊക്കെ ഇഖ്ലാസിന്റെ പണ്ഡിതന്മാർ മുമ്പിൽ നിന്നപ്പെടാം. വെറും ഇഖ്ലാസ് മാത്രമാണ് അതിന്റെ കൈമുതൽ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഇഖ്ലാസ് സമൂഹത്തെ പഠിപ്പിച്ച സമത്വയുടെ ആ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു സമ്മേളനമാണ് വരാൻ പോകുന്നത്. നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകളൊക്കെ നിങ്ങൾ ചെയ്യണം. അല്ലാഹു അതൊരു മഹാസമ്മേളനമാക്കി മാറ്റാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കൂട്ടത്തിൽ അവസാനമായി ഞാൻ പറയുന്നു, ഞാൻ അവസാനിപ്പിക്കാൻ പോകുക ദുആ ചെയ്യണമല്ലോ. അവസാനമായി ഞാൻ പറയുന്നു, നമ്മുടെ സമുദായത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ കെൽപ്പുള്ള പ്രതിഭാസമ്പന്നർ വളർന്നു വരേണ്ട കാലമാണ്. ദീൻ എന്തെന്ന് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇസ്ലാം എന്നാൽ ഈ തീവ്രതയാണോ എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. നബി തങ്ങൾ വരെ പറഞ്ഞു, നമ്മൾ അന്യായങ്ങളെ ന്യായീകരിക്കുമ്പോഴാണ് ലോകത്ത് അപകടമുണ്ടാകുന്നത്. ആ അന്യായങ്ങളെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കാൻ പാടില്ല. നമ്മൾ ബിസ്മി ചൊല്ലി തുടങ്ങുന്നവരാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകത്തിൽ റഹ്മാനെ പരിചയപ്പെടുത്തുന്നത്, കാരുണ്യവാനായ പടച്ചറബിനെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നവൻ എന്നാണ്. അള്ളാഹു എല്ലാവർക്കും, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും ജൈനനും ഒക്കെ ഗുണം ചെയ്യുന്നവൻ. അവിടെ ജാതിയില്ല, മതമില്ല. എല്ലാ വിഭാഗം ആളുകൾക്കും ഗുണം ചെയ്യുന്ന പടച്ചറബ്. അതല്ലേ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ പരിചയപ്പെടുത്തുന്ന റഹ്മാന്റെ അർത്ഥം. കാരുണ്യവാനാണ് പടച്ചറബ്. അള്ളാഹുവിന്റെ ഭൂമുഖത്തെ മുഴുവൻ ആളുകൾക്കും പടച്ചറബ് കരുണ ചെയ്യുന്നുവെങ്കിൽ ഈ കാരുണ്യമാണ് പരിശുദ്ധ ഹബീബ് കാണിച്ചത്. ഈ കാരുണ്യമാണ് പൂർവിക പണ്ഡിതന്മാർ കാണിച്ചത്. ഈ കാരുണ്യമാണ് ഇബ്രാഹിമി മില്ലത്ത്, വത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിന്തുടരണേ. ഏകദൈവ വിശ്വാസത്തിന്റെ കടുകട്ടിയുള്ള ഇബ്രാഹിം നബി തങ്ങൾ. ഒറ്റ ഉദാഹരണം, സഹിഷ്ണുതയുടെ ഉദാഹരണം. മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ തന്റെ വീട്ടിൽ ഇരിക്കുന്നു. ഇബ്രാഹിം നബി തങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ജൂതൻ വീട്ടിലേക്ക് വരുന്നു. ആ ജൂതൻ വീട്ടിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയെ, ഞാൻ ഇന്ന് നിങ്ങളുടെ അതിഥിയാണ് കേട്ടോ, എന്നെ നിങ്ങൾക്ക് അതിഥിയായി സ്വീകരിക്കാമോ? ഇബ്രാഹിം നബി എടുത്തടിച്ച ഉടനെ മറുപടി പറഞ്ഞു, ഇൻ അസ്ലംത അളഫ്തുക. മുസ്ലിമാകാമെങ്കിൽ നിന്നെ ഞാൻ അതിഥിയാക്കാം, മുസ്ലിം അല്ലെങ്കിൽ നീ എന്റെ അതിഥിയല്ല. അയാൾ പറഞ്ഞു, ഞാൻ മുസ്ലിമാകാൻ വന്നതല്ല, എനിക്ക് നിങ്ങൾ ആതിഥ്യം അരുളുമോ? ഇബ്രാഹിം നബി വീണ്ടും പറഞ്ഞു, ഇൻ അസ്ലംത അളഫ്തുക. മുസ്ലിമാണോ, നിനക്ക് ഞാൻ ആതിഥ്യം തരാം. അയാൾ നിരാശനായി മടങ്ങിപ്പോയി. നിരാശനായി മടങ്ങിപ്പോകുന്ന ആ വ്യക്തി വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ സന്ദേശവുമായി നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഇബ്രാഹിം നബിയെ, നിങ്ങളാ ഇറക്കി വിട്ട മനുഷ്യനെ കുറിച്ച് അതൊരു കാര്യം പറയുന്നുണ്ട്, എന്താന്ന് ചോദിച്ചു. അള്ളാഹ് പറഞ്ഞു, നഹ്നു നർസുഖുഹു മുൻദു 70 സന. 70 കൊല്ലമായിട്ട് ഓന് ഭക്ഷണം കൊടുക്കുന്ന ആള് ഞാനാ. അള്ളാഹ് പറയാം, 70 വയസ്സായി നേരെ ഇബ്രാഹിം നബിക്ക് അപ്പോഴാ മനസ്സിലാവും, 70 വർഷമായിട്ട് ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്ന പഠിച്ചോ ഞാനാ. വഹുവ അലാ കുഫ്രിഹി, ഓൻ കാഫിറാൻ. സത്യനിഷേധിയായ മനുഷ്യന് 70 കൊല്ലമായി ഭൂമുഖത്ത് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു അള്ളാഹ് പറയാൻ. വലോ അളഫ്ത യൗമൻ, ഒരു ദിവസം അവന് ഭക്ഷണം കൊടുത്താൽ ഫമാ അലൈക, നിങ്ങൾക്ക് എന്താ? ഒരു ദിവസം അയാളെ വിളിച്ചൊന്ന് ഭക്ഷണം കൊടുത്താൽ നിങ്ങൾക്ക് എന്താ പറ്റുക? ഇബ്രാഹിം നബി ബേജാറായി പോയിട്ട് പിടിച്ചു കൊടുന്ന് ഭക്ഷണം വിളമ്പി കൊടുത്തു. ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തൊരു മാറ്റം? ഇബ്രാഹിം നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ പടച്ചറബ് ഇങ്ങനെയാ പറഞ്ഞത്, ഭക്ഷണം കൊടുക്കുന്നിടത്ത് ജാതി നോക്കാൻ പാടില്ല, സഹായം കൊടുക്കുന്നിടത്ത് ജാതി നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇയാളത് കേട്ടു. അപ്പോൾ 70 കൊല്ലം ഞാൻ ആ ദൈവത്തെ ധിക്കരിച്ചാണ് നടന്നത്, അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളെ മാർഗം സ്വീകരിക്കുകയാണ്. ഇയാള് ആദിത്യം കൊടുത്തതുകൊണ്ട് മുസ്ലിം ആയതല്ല, മുസ്ലിം ആയതുകൊണ്ട് ആദിത്യം കൊടുത്തതല്ല. പിന്നെന്താ?
ഇയാളോടുള്ള പെരുമാറ്റം അങ്ങനെ ആയപ്പോഴേക്കത് മനസ്സിലായി. ഇബ്രാഹിം നബിയോട് പോലും അല്ല പറഞ്ഞത് അങ്ങനെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന വിധത്തിൽ ഒരാൾ സ്നേഹത്തിന്റെ വിഷയത്തിൽ, ധർമ്മത്തിന്റെ വിഷയത്തിൽ, സഹായത്തിന്റെ വിഷയത്തിൽ പച്ചക്കരളുള്ള ഏത് ജീവിക്ക് എന്ത് കൊടുത്താലും നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന, പട്ടിക്ക് വെള്ളം കൊടുത്താൽ സ്വർഗത്തില. ഒരു ചെടി നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ മാ മിൻ മുസ്ലിമിൻ യസ്റഉ സറഅൻ ഔ യഗ്രിസു വർസൻ, ഒരു കൃഷിയോ ഒരു ചെടിയോ നിങ്ങൾ നടുകയോ കൃഷി ചെയ്യുകയോ ചെയ്താൽ ഇല്ലാ കാനത്ത് ലഹു സദഖ, സദഖന്റെ കൂലി കിട്ടാതിരിക്കില്ല. എത്രത്തോളം അതേ ഹദീസിൽ പറഞ്ഞു ഫയഉകുലു മിൻഹു ഇൻസാനുൻ ഔ തൗറുൻ ഔ ബഗീമ, അത് മൃഗം തിന്നാലും പക്ഷി തിന്നാലും ആര് തിന്നാലും നമ്മുടെ പോളിസി എന്താ ലോകത്ത്? മുസ്ലിമിന്റെ പോളിസി എന്താ? മുസ്ലിമിന്റെ പോളിസി പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോടാനുകോടി മനുഷ്യരുടെ ലോകത്തെ മുസ്ലിമിന് ഒറ്റ പോളിസി ഉള്ള എന്താ? മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം ഇമ്മാ അഖും ഫിദ്ദീൻ ഔ നദീറു ഖൽഖ്, മൂന്നാമത്തൊന്നില്ല. ആരും പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാ, ഇമ്മാ അഖും ഫിദ്ദീൻ ഔ നദീറു ഖൽഖ്, ഒന്നുകിൽ ഇസ്ലാമിലെ സഹോദരൻ മുസ്ലിം അല്ലെങ്കിൽ നദീറു ഖൽഖ്. നദീറു ഖൽഖ് എന്ന് പറഞ്ഞാൽ സമസൃഷ്ടി. ഒന്നുകിൽ മുസ്ലിമായ സഹോദരൻ അഖും ഫിദ്ദീൻ അല്ലെങ്കിൽ നദീറു ഖൽഖ്, സമസൃഷ്ടി. നമുക്കുള്ള എല്ലാ അവകാശം മനുഷ്യൻ എന്ന രീതിയിൽ ഓനുണ്ടാവും. സമസൃഷ്ടി എന്നാ പറഞ്ഞത്. ഒന്നുകിൽ സമസൃഷ്ടി അല്ലെങ്കിൽ ഇസ്ലാമിലെ സഹോദരൻ. മൂന്നാമത്തൊന്നില്ല. വർഗീയതയില്ല, ജാതീയതയില്ല. ഇത് പഠിപ്പിച്ച ലോകത്ത് ഒറ്റ നേതാവേ ഉണ്ടായിട്ടുള്ളൂ, അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആ പരിശുദ്ധ തിരുതര അംഗീകരിച്ചുകൊണ്ട് ലോകത്തിന് വളരാൻ കഴിഞ്ഞാൽ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് നബിത്തങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് മഹാന്മാർ പറഞ്ഞത് ഈ മനുഷ്യൻ ലോകത്ത് തുല്യതയില്ലാത്ത ആളാ. ആസ് റിഗാർഡ്സ് ഓഫ് ഓൾ ദി സ്റ്റാൻഡേർഡ്സ്, ഏത് മാനദണ്ഡം വെച്ച് നോക്കിക്കോ, ഏത് മാനദണ്ഡം വെച്ച് നോക്കിക്കോ, ബൈ വിച്ച് ദ ഹ്യൂമൻ ഗ്രേറ്റ്നസ് മേ ബി മെഷേർഡ്. ഒരു മനുഷ്യന്റെ വൽപ്പം അളക്കാൻ ഏത് മാപ്പിനി കൊണ്ടുവന്നോ, എങ്ങനെ അളന്നോ? ഒരു നേതാവ് എന്ന നിലക്കോ, ഒരു പോരാളി എന്ന നിലക്കോ, ഒരു അധ്യാപകൻ എന്ന നിലക്കോ, ഒരു കുടുംബനാഥൻ എന്ന നിലക്കോ, എങ്ങനെ വേണമെങ്കിലും അളന്നോ? We may well ask. നമ്മൾ ഉറക്കെ ചോദിക്കും, ഈസ് there any man greater than he? ഈസ് there any man greater than he? ഇതിനേക്കാൾ വലിയൊരു മനുഷ്യൻ ഈ ദുനിയാവിൽ വേറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമെന്ന് പറഞ്ഞത് ബോസ്വർത്ത് സ്മിത്ത് എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത എഴുത്തുകാരനാണ്. ലോകം പ്രശംസിച്ച പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആ പരിശുദ്ധ തിരുദൂതരാണ് ലോകത്തിന് മാതൃക. ആ തിരുദൂതര മൗലിദ് നമ്മളിങ്ങനെ ഓതിയാൽ ഒരു ഒരു കുഴപ്പമൊന്നും വരില്ല, ബർക്കത്ത് ഉണ്ടാവും. അതേത് വീട്ടിൽ ഓതിയാലും ആ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് മഹാന്മാർ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറഞ്ഞു, മുസ്ലിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് വെച്ചോ വീട്ടിൽ വെച്ചോ അത് ഓതിയാൽ ആ മക്കാലുള്ള ആളുകളെ മുഴുവൻ അള്ളാഹു റഹ്മത്ത് കൊണ്ട് പൊതിയും. അൽ വസായിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളെ. അൽ വസായിൽ ഷമായിൽ എന്നുള്ള ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കെട്ടുകഥല്ലേ പറയുന്നത്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ലോകത്ത് ഇത്ര മാത്രം ജനങ്ങൾ സ്നേഹിച്ച, ജനങ്ങൾ എഴുതി വെച്ചൊരു മനുഷ്യൻ ലോകത്താറാണ്. ഇത്രമേൽ ജനങ്ങൾ സ്നേഹിച്ച, ഇത്രമേൽ ജനങ്ങൾ രേഖപ്പെടുത്തി വെച്ച, എത്രത്തോളം എന്ന് വെച്ചാൽ നബിത്തങ്ങൾ കണ്ട് പഠിച്ചിട്ട് മരിക്കുമ്പോൾ തന്നെ രോമുണ്ടായിരുന്നു, വെളുത്തത്, നരച്ചത്, കാലുമുള്ള ചെരുപ്പ്. നിങ്ങളെ ബാപ്പാന്റെ കാലുമുള്ള ചെരുപ്പിന്റെ നീളം നിങ്ങൾക്ക് അറിയോ? അറിയില്ലല്ലോ. കൃത്യം പറയാൻ പറ്റുമോ? ഒരു ഇഞ്ച് പറയാന്നല്ലാതെ. എന്നാൽ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു. വനഅലുഹുൽ കരീമത്തുൽ മസൂന തൂബാലിമൻ മസാബിഹാ ജബീന. നബിന്റെ ചെരുപ്പിനെ കുറിച്ചാണ് പറയുന്നത് സ്വഹാബത്ത്. വനഅലുഹുൽ കരീമത്തുൽ മസൂന തൂബാലിമൻ മസാബിഹാ ജബീന വതൂലുഹാ ശിബ്റുൻ വഇസ്ബാനി. വതൂലുഹാ എന്ന ശിബ്റുൻ ഒരു ചാണും, വഇസ്ബാനി രണ്ട് വിരലും. ഇത്ര കറക്റ്റാ. നേരം വെളുക്കോളം പറഞ്ഞാൽ തീരൂല ആ മദ്ഹ്. അങ്ങനെ എഴുതി വെക്കപ്പെട്ട ഒരു മനുഷ്യൻ ചരിത്രത്തിൽ ഇല്ല, വേറെ ഒറ്റ ആളേ ഉള്ളൂ, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹത്വത്തിന്റെ ഏറ്റവും വലിയ കേദാരമായ നബിത്തങ്ങളെ പിൻപറ്റി മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മദ്രസയും ഇതിന്റെ പ്രവർത്തനവും ഈ പ്രവർത്തകരുമൊക്കെ നമുക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഈ സഹകരണം എപ്പോഴും കാണിക്കണം. ഈ ഹാൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ ആവേശം ഞാൻ മനസ്സിലാക്കുന്നു. പടച്ച റബ്ബ്